ഗുഡ് ഈവനിങ്. തിരുക്കുറളിൻ്റെ മഹത്തായ വാക്യങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാളത്തിലും അതുപോലെ തമിഴ് സാഹിത്യത്തിലും ഒക്കെ വളരെയധികം അറിവുകൾ നൽകുന്ന തിരുക്കുറളിനെ കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 22ാമത്തെ അധ്യായത്തിലേക്കാണ് നമ്മൾ നീങ്ങുന്നത്. തമിഴ് വേദം എന്ന തലത്തിൽ ഒരു ദിവ്യ ഗ്രന്ഥമാണ് തിരുക്കുറൾ. 133 അധ്യായങ്ങളുണ്ട്. ഓരോ അധ്യായങ്ങളിലും 10 ഈരടികൾ വീതം 1330 ഈരടികളാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മളിപ്പോൾ 22ാമത്തെ അധ്യായത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഓരോ അധ്യായത്തിനും തനതായ ഒരു വിഷയം പേര് നൽകി സൂചിപ്പിക്കുന്നുണ്ട്. ദൈവസ്തുതി, സന്യാസം, ധർമ്മം എന്നിങ്ങനെ തിരുക്കുറളിനെ അറം, പൊരുൾ, ഇൻപം എന്നിങ്ങനെ 3ആയി വിഭജിച്ചിട്ടുണ്ട്. അതിലുള്ള ഓരോ അധ്യായങ്ങളും തുടക്കത്തിൽ ദൈവസ്തുതി, അതിനുശേഷം ആകാശമഹിമ, സന്യാസം, ധർമ്മം, ഗ്രഹസ്ഥം, ജീവിതസഖി, സന്താനങ്ങൾ, ദയ, ആതിഥ്യം, മധുരവാണി, നന്ദി, നീതി, അടക്കം, സൽസ്വഭാവം, വ്യഭിചാരം, ക്ഷമ, അസൂയ, അത്യാഗ്രഹം, പരദൂഷണം, വായാടിത്തം എന്നിങ്ങനെ 21 അധ്യായങ്ങൾ പഠിച്ചു. ഇന്ന് നമ്മൾ ഉപകാരബോധം എന്ന തലത്തിൽ നിന്നുകൊണ്ടാണ് പുതിയ അധ്യായത്തിലേക്ക് നീങ്ങുന്നത്. അധ്യായം 22 ഒപ്പുരവ് അറിതൽ, അറിഞ്ഞ് ഉപകരിക്കൽ, ഉപകാരബോധം. സോ നിങ്ങളെല്ലാവരും പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം പ്രിയപ്പെട്ട മോഹൻദാസ് സാറിനെയും ജോഷി സാറിനെയും കൂടി. മോഹൻദാസ് സാർ, യു ആർ വെൽക്കം. ബാബു സാറ്, മറ്റെൻ്റെ സുഹൃത്തുക്കൾ ഏവർക്കും നമസ്കാരം. ഇന്ന് എന്താ പറഞ്ഞ പോലെ നല്ല ഒരു ദിവസമാണ്. പൗർണമിയാണ്, അതും കാർത്തിക പൗർണമിയാണ്. ഇന്നലെ ഒരു വാട്സപ്പിൽ കണ്ടു, ഈ വർഷത്തെ വളരെ സമ്പൂർണമായ ഒരു പൗർണമിയാണ് ഇന്ന്. ആ പൗർണമി ദിവസത്തില് ഈ നിറഞ്ഞ ഗ്രൂപ്പോടൊപ്പം ഈ വേദി പങ്കിടുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. മാത്രമല്ല 2 ദിവസത്തെ റിലാക്സേഷൻ റിലീഫ് ക്യാമ്പ് പോലെയായിരുന്നു. പെട്ടെന്ന് ബാബു സാർ ഞങ്ങളെ ഒന്ന് വിളിച്ച് വരണം, പോകുന്നു വരും എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. മിനിഞ്ഞാന്ന് രാവിലെ 7 മണിക്ക് ഇവിടെ നിന്ന് പുറപ്പെട്ടു. ഇന്നലെ രാത്രി 8:30 ആയപ്പം വീട്ടിലെത്തി. എന്നിട്ട് ആ ഫോട്ടോസ് കണ്ടപ്പോൾ മോളും മറ്റൊക്കെ ഇരിക്കുന്നു, ഈ 2 ദിവസം കൊണ്ട് ഇത്രയും സ്ഥലങ്ങളൊക്കെ എങ്ങനെ കവർ ചെയ്തു, പോകാത്ത സ്ഥലങ്ങൾ ഒന്നും ഇല്ലല്ലോ എന്നുള്ള രീതിക്ക് അവരുടെ ഒരു കമന്റ് ഉണ്ടായിരുന്നു. അതും ഏറ്റവും ലഘുവായ, വളരെ ചുരുങ്ങിയ ചെലവില്, പക്ഷെ മനസ്സ് നിറയെ വളരെ സന്തോഷം പകർന്ന 2 ദിവസങ്ങളായിരുന്നു. ഒന്നും വിചാരിച്ചതല്ല, ഒന്നും നേരത്തെ പ്ലാൻ ചെയ്തതല്ല, ആ സാഹചര്യത്തിലൊത്ത് നീങ്ങുന്നേ ഉള്ളൂ. മാത്രമല്ല ആ 2 ദിവസവും മഴ ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇതാണ്. ഇവിടെ വന്ന് കയറുന്നതിന് തൊട്ട് മുമ്പാണ് മഴ നമുക്ക് ഇവിടെ അനുഭവിക്കാൻ സാധിച്ചത്. എനിക്ക് തോന്നുന്നു ഈ ഒരു കൂട്ടായ്മയുടെ നല്ല പോസിറ്റീവ് തിങ്കിങ് ഉള്ള 5 പേരുടെ ഒരു ഗ്രൂപ്പായിരുന്നു. ആർക്കും അങ്ങോട്ട് നല്ല ഒരു പരസ്പര സ്നേഹത്തോടും ഒരു ബഹുമാനത്തോടു കൂടിയുണ്ട്. അത് പിന്നെ പ്രത്യേകിച്ച് മനോജ് സാറിൻ്റെയാണ്. മനോജ് സാർ ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ തന്നെ എറണാകുളം മുതൽ നെല്ലിയാമ്പതി വരെയും കാറിൽ പോകാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാകത്തില്ല. അതിന് വളരെ നന്ദി പറയേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇതെല്ലാം പ്ലാൻ ചെയ്ത് അവിടെ ഇവിടെയൊക്കെയായിട്ട് കോണ്ടാക്റ്റ് ഉള്ള ബാബു സാറിൻ്റെയും പുലർന സാറിൻ്റെയും സാന്നിധ്യവും നന്നായിരുന്നു. ഇതിനേക്കാൾ ഉപരി ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി വന്ന ജയൻ നമ്പൂരി സാറിൻ്റെയാണ് എന്താ പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു അനുഭൂതിയായിരുന്നു. സാറിൻ്റെ കൂടെയുള്ള ആ സംഭാഷണങ്ങളും അനുഭവങ്ങളും പങ്കിടുന്നതിലൊക്കെ ആയിരുന്നു. ഒരിക്കൽ കൂടി ഈ തിരുക്കുറൾ ക്ലാസ്സിലേക്ക് ഞാൻ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് സാറിന് നമ്മൾ എല്ലാ പത്രങ്ങളിലും ഞായറാഴ്ച ദിവസങ്ങളാണ് കൂടുതൽ വരുന്നത്, ഉപകാര സ്മരണ, കാരണം ചെയ്ത ഉപകാരത്തിന്റെ സ്മരണ, അതിനെ സ്മരിക്കുക എന്നുള്ളത്. ഇവിടെ അത് പറയുന്നത് തിരിച്ചാണ്. അതായത് നമ്മുടെ ധർമ്മമാണ് അല്ലെങ്കിൽ കടമയാണ് ഇങ്ങനെ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുക എന്നുള്ളതിന്, അതിനെ കുറിച്ചാണ് തിരുക്കുറളിലെ വള്ളുവർ പറയുന്നത്. അത് മിക്കവാറും ഒരേ ആശയം തന്നെയാണ് ജോസ് സാർ പറഞ്ഞ പോലെ. അതിനെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് നമുക്ക് കുറച്ചും കൂടി നമ്മുടെ മനസ്സിൽ പതിയാൻ വേണ്ടിയിട്ടാണ് തിരുവള്ളുവർ അതിലേക്ക് മുതിരുന്നത്. ആദ്യം
കുറൾ 211. അതിന് മുമ്പായിട്ട് ലോകത്തിന്റെ ആവശ്യം എന്തെന്ന് കണ്ടറിഞ്ഞ് അതിന് ഉപകരിക്കുക. പ്രത്യുപകാരം പ്രതീക്ഷിച്ച് ചെയ്യുന്ന ഒന്നായിരിക്കരുത് അത്. സജ്ജനങ്ങൾ ഒരിക്കലും ഉപകാരം എന്ന നിലയ്ക്കല്ല, തങ്ങളുടെ കടമ എന്ന നിലയ്ക്കാണ് അന്യ ദുഃഖം അറിഞ്ഞ് വേണ്ടത് ചെയ്യുന്നത്. അത് തന്നെയാണ് സജ്ജനധർമ്മം. അപ്പം ആദ്യത്തെ കുറൾ വായിക്കുകയാണ്. കൈമാറ് വേണ്ട കടപ്പാട് മാറിമാട്ട് എണ്ണാറ്റും കൊല്ലോ ഉലകി. ഇതില് 7 വാക്കുകളുണ്ട്. അതിൽ ആദ്യത്തെ വാക്കായിട്ട് ഞാൻ അവസാനത്തെ വാക്ക് ഉലക് എന്നുള്ള വാക്കാണ് എടുക്കുന്നത്. ഉലക്, ലോകം. എന്നിട്ട് ആദ്യത്തെ വരിയിലെ 4ാമത്തെ വാക്കാണ് മാറിമാട്ട്. മഴ പൊഴിഞ്ഞ് കുളിർപ്പിക്കുന്ന മേഘങ്ങൾക്ക് എൻ. 2ാമത്തെ വരിയിലെ ആദ്യത്തെ വാക്ക് എൻ. എന്ത്, അതായത് എന്ത് പ്രത്യുപകാരത്തെ ആറ്റും. അടുത്ത വാക്ക് ചെയ്യുന്നു. കടപ്പാട്, ആദ്യത്തെ വരിയിലെ 3ാമത്തെ വാക്ക് കടപ്പാട്. കടമയ്ക്ക് അല്ലെങ്കിൽ ഉപകാരത്തിന്. കൈമാറ്, പ്രതിഫലം. വേണ്ട, വേണ്ടതില്ല. അതായത് 7 വാക്കേ ഉള്ളൂ, 7 പദങ്ങളേ ഉള്ളൂ. അതിന് ആ അർത്ഥം പറയുന്ന രീതിക്ക് നമ്മൾ എടുത്ത് പ്രയോഗിക്കണമെങ്കിൽ വളരെ ലഘുവായിട്ട് അല്ലെങ്കിൽ എളുപ്പത്തിൽ അതിന്റെ സാരാംശം മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ ആ എടുത്ത വാക്കുകൾ പറയാം. ഉലക് മാറിമാട്ട് എന്നാറ്റും കൊല്ലോ കൈമാറ് വേണ്ട കടപ്പാട്. കടപ്പാട് കൈമാറ് വേണ്ട. ലോകം മഴ പൊഴിഞ്ഞ് കുളിർപ്പിക്കുന്ന മേഘങ്ങൾക്ക് എന്ത് പ്രതിപകാരത്തെ ചെയ്യുന്നു? യാതൊന്നും ചെയ്യുന്നില്ല. അതിനാൽ മേഘങ്ങളെ പോലുള്ളവർ അറിഞ്ഞ് ചെയ്യുന്ന കടമയ്ക്ക് അഥവാ ഉപകാരത്തിന് പ്രത്യുപകാരം വേണ്ടതില്ല. അതായത് ഈ ഭൂമിക്ക് മേഘങ്ങൾ കനിഞ്ഞു നൽകുന്ന വർഷം അല്ലെങ്കിൽ മഴയുണ്ട്. അത് മേഘത്തിന്റെ ഒരു കടമ അല്ലെങ്കിൽ ധർമ്മമാണ്. പക്ഷെ ഭൂമി അത് സ്വീകരിക്കുന്നുണ്ട്. ഭൂമി വേറെ രീതിക്ക് മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ ഭൂമിയിൽ വസിക്കുന്ന എല്ലാ ജീവജാലങ്ങൾക്കും അത് എന്ത് ചെയ്യുന്നുണ്ട്? അത് വീണ്ടും ഭാരി വഴങ്ങുന്നുണ്ട് പല രീതിയില്ല. പക്ഷെ തിരിച്ച് മേഘങ്ങൾക്ക് ഒന്നും പകരമായിട്ട് കൊടുക്കുന്നില്ല എന്നാണ് കവി പറയുന്നത്. അതായത് മേഘങ്ങൾ അതിന്റെ കടമ ചെയ്യുമ്പോൾ ഭൂമി അത് സ്വീകരിച്ചുകൊണ്ട് അതിന്റെ കടമ നിർവഹിക്കുന്നുണ്ട്. ഒരാളുടെ കടമ നിർവഹിക്കണമെങ്കിൽ അത് പലരുടെയും ബന്ധങ്ങൾ അല്ലെങ്കിൽ അവിടെ ശ്രമം ഉണ്ട് എന്നുള്ള രീതിക്കാണ് കവി പറയുന്നത്. തന്നിൽ കുളിർമഴ പെയ്ത് ആശ്വാസമരുളുന്ന വർഷമേഘങ്ങൾക്ക് വേണ്ടി ഈ ഭൂമി യാതൊരു പ്രത്യുപകാരവും ചെയ്യുന്നില്ല. ആ മേഘങ്ങൾ ഭൂമിയിൽ നിന്ന് എന്തെങ്കിലും പ്രതിഫലം പ്രതീക്ഷിച്ചല്ല അങ്ങനെ ചെയ്യുന്നത്. അത് തങ്ങളുടെ കടമ മാത്രമാണെന്നേ മേഘങ്ങൾ കരുതുന്നുള്ളൂ. കടമ ചെയ്യുന്നതിന് ആരും പ്രതിഫലം പ്രതീക്ഷിക്കുകയില്ലല്ലോ. അതുകൊണ്ട് ആ മേഘങ്ങളെ പോലെയാണ് സജ്ജനങ്ങളും. അന്യരുടെ ദുഃഖം കണ്ടറിഞ്ഞ് അവർ അങ്ങോട്ട് ഉപകരിക്കുന്നു. എന്തെങ്കിലും ഇങ്ങോട്ട് വല്ലതും ലഭിക്കും എന്ന് കരുതിയിട്ടല്ല. ഇത് തങ്ങളുടെ കടമയാണ് എന്ന് ഓർത്തിട്ട് അവർ അങ്ങനെ ചെയ്യുന്നു എന്ന് മാത്രം. കൈമാറ് വേണ്ട കടപ്പാട് മാറിമാട്ട് എന്നാറ്റും കൊല്ലോ ഉലക്. അധികാരം 221. 22 സാറേ, സോറി, 22ആണ്. 212. കഴിഞ്ഞ 211 കുറളുകളിലും വിവിധങ്ങളായ 10. ഓക്കെ, അധ്യായവും ഇതും കൂടെ മാറിപ്പോകും. 210 കുറളുകളിലും വിവിധ വിഷയങ്ങളുടെ വിപുലീകരണം കണ്ടു. ഇന്ന് വന്നു നിൽക്കുന്ന ഈ രംഗം നമ്മുടെ ചുറ്റുപാടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് നല്ല മനുഷ്യരുണ്ട്. പ്രത്യേകിച്ച് മറ്റുള്ളവരെ സഹായിക്കുന്ന ആളുകൾ. ആ നന്മയെ പ്രകീർത്തിക്കാതിരിക്കാൻ പറ്റില്ല.
എന്നാൽ കച്ചവട സ്ഥാപനങ്ങൾ, മറ്റു ചില ആളുകൾ ഒക്കെ ഉപകാരങ്ങൾ ചെയ്യുമ്പോൾ അവര് അതിലൂടെ ചിലതെല്ലാം പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതും വ്യക്തമാണ്. ചിലപ്പോൾ ചിലർ പറയാം, അതിനെന്നാ കുഴപ്പം, അവര് അത് ചെയ്തിട്ടല്ലേ പ്രതീക്ഷിക്കുന്നത് എന്ന് ചോദിക്കും. പക്ഷെ ഈ തിരുക്കുറൽ ഇതിന്റെ ഏറ്റവും സുന്ദരമായ ഒരു മൊറാലിറ്റിയാണ് നമ്മളെ പഠിപ്പിക്കുക. തിരിച്ച് പ്രതീക്ഷിക്കാത്ത നൽകൽ, അതാണ് സാർവത്രികമായി കാലയളവിൽ ഉപയോഗിക്കുന്ന അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്നത്. ആ സ്നേഹത്തിൽ നിന്നായിരിക്കണം ആളുകൾ പ്രവർത്തിക്കുന്നത്, മറിച്ച് മറ്റൊന്നിന്റെയും പശ്ചാത്തലത്തിലല്ല, ആ സ്നേഹത്തിലായിരിക്കണം. ആ സ്നേഹം എന്ന് പറയുന്ന വാക്ക് വളരെ അധികം കാര്യങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു വാക്കാണ്. ഓക്കെ, അതാണ് ഈ അധ്യായം. അതിൽ 211 ഖുർആനിലേക്ക് നമ്മൾ കടക്കുമ്പോൾ, കൈമാറു വേണ്ട കടപ്പാട് മാരിമാട്ടു എൻ അറ്റുകൊല്ലു ഉലക. പ്രതിഫലം വേണ്ട കടമയ്ക്ക് മാരിനീർ മുകിലിനെന്തേകുന്നു ലോകം. ഒരു ഉപമ പറഞ്ഞുകൊണ്ട് ഈ കാര്യങ്ങളെ വ്യക്തമാക്കുകയാണ്. ഉപകാരസ്മരണ എന്ന് മലയാളത്തിൽ ഇത് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ആശയത്തിൽ അല്ല ഇത് പ്രയോഗിച്ചിരിക്കുന്നത്. ഇവിടെ പറയുന്നു, ജനങ്ങൾ തങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മഴയ്ക്ക് എന്ത് പ്രത്യുപകാരമാണ് ചെയ്യുന്നത്? മഴ പോലെ ലഭിക്കുന്ന ഉപകാരങ്ങൾക്ക് പ്രത്യുപകാരം വേണ്ട എന്ന് തിരുക്കുറൽ തീർത്തങ്ങ് പറയുകയാണ്. മഴ പെയ്യുന്നു, ആരും മഴയ്ക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. മഴ പെയ്ത് ഭൂമി പുഷ്പിണിയാവുകയാണ്. അതിന്റെ ഫലം ഭൂമിയിലുള്ളവർ അനുഭവിക്കുന്നു. മഴ തിരിച്ചൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഇങ്ങനെ ആയിരിക്കണം ആര് എന്ത് നന്മ ഉപകാരങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യുമ്പോഴും ഉണ്ടാകേണ്ട മനസ്സ്. ഓക്കെ. കൈമാറു വേണ്ട കടപ്പാട് മാരിമാട്ട് എൻ ആറ്റും കൊല്ലൈ ഉലക്. What is done by the world in return for rains which showers least expected of reward? Flowers by men like the rain also need no flowers back. Duty demands no recompense to clouds of heaven. By men on earth, what answering gift is given? Benevolence seeks not a return. What does the world gives back to the cloud? So the answer is benevolence seeks not a return. 212. தாழாற்றி தந்த பொருள் எல்லாம் തക്കാർക്ക് വേളാண்மை ചെയ്ത പൊരുട്ട്. തമിഴിലും കൂടി അതിൻ്റെ ഒരു ഞാൻ അതിൻ്റെ അർത്ഥം പറഞ്ഞിട്ട് മനസ്സിലാക്കി. ഒപ്പുരവാളാൻ തന്നാൽ ഈണ്ട മുയற்சி ചെയ്ത് ചേർത്ത പൊരുൾ എല്ലാം തക്കവർക്ക് ഉദവി ചെയ്വதற்கே ആകും. ആദ്യത്തെ വരിയിലെ മൂന്നാമത്തെ വാക്കാണ് എടുക്കുന്നത്. തക്കാർക്ക്, ലാസ്റ്റ് വാക്ക്. താളാറ്റി തന്റെ പൊരുളെല്ലാം തക്കാർക്ക്. ആദ്യത്തെ അതിന്റെ അർത്ഥം പറയാം. തക്കാർക്ക് തികച്ചും അർഹരായവർക്ക് വേളാண்மை. രണ്ടാമത്തെ വരിയിലെ ആദ്യത്തെ വാക്ക് വേളാண்மை, ഉപകാരത്തെ ചെയ്ത പൊരുട്ട്. അതിന്റെ അടുത്ത രണ്ട് വാക്കുകൾ ചെയ്യുന്നതിന് വേണ്ടിയാണ്. താളാറ്റി ആദ്യത്തെ വാക്ക്, ആദ്യത്തെ വരിയിലെ ആദ്യത്തെ വാക്ക് താളാറ്റി, ഏറെ അധ്വാനിച്ച് തന്ത സമ്പാദിച്ചിട്ടുള്ള പൊരുൾ എല്ലാം, സമ്പത്ത് മുഴുവൻ
വിനിയോഗിക്കേണ്ടത്. സാധാരണ വേളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷിയാണ്, അല്ലെങ്കിൽ പിന്നെ വേളാണ്മ എന്ന് പറയുമ്പോൾ കൃഷി എന്നുള്ള മീനിങ്ങിലാണ്. വേളാളം എന്ന് പറയുമ്പോൾ കൃഷി ചെയ്യുന്ന ആളെന്നുള്ള രീതിക്കാണ്. പക്ഷെ ഇവിടെ അതല്ല. പണ്ടൊക്കെ കൃഷിയിൽ കൂടി മാത്രമേ അവർക്ക് സമ്പത്ത് കിട്ടത്തുള്ളൂ. അതുകൊണ്ടായിരിക്കണം അവരങ്ങനെ ആ വാക്ക് തന്നെ തിരുവള്ളുവർ ഉപയോഗിക്കുന്നത്. തികച്ചും അർഹരായവർക്ക് ഉപകാരത്തെ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഏറെ അധ്വാനിച്ച് സമ്പാദിച്ചിട്ടുള്ള സമ്പത്ത് മുഴുവൻ വിനിയോഗിക്കേണ്ടത്. കഷ്ടപ്പെടുന്നവർക്കേ ധനം സമ്പത്ത് ഉണ്ടാവുകയുള്ളൂ. അങ്ങനെയുള്ള ധനം അർഹരായ ആളുകൾക്ക് തക്ക സമയത്ത് ഉപകാരം ചെയ്യുവാൻ വിനിയോഗിക്കണം. എങ്കിലേ അതിൻ്റെ സാഫല്യം അറിയാൻ കഴിയും. വെറുതെ പൂഴ്ത്തി വയ്ക്കുന്നത് സ്വർഗലോകത്ത് ഒരുവന് കൈവരാനിരിക്കുന്ന മഹത്തായ അഴിവില്ലാത്ത സുഖത്തെ നഷ്ടപ്പെടുത്തലാണ്. ആ ധനം താൻ മാത്രം അനുഭവിക്കുന്നത് അങ്ങേയറ്റത്തെ സ്വാർത്ഥതയും അതിനാൽ തന്നെ മഹാപാപവും ആകുന്നു. അതുകൊണ്ട് താളാറ്റി തந்த പൊരുളെല്ലാം സർക്കാർ വേളാண்மை ചെയ്ത പൊരുട്ട്. മോഹൻദാസ് സാർ ഒരു സോറി ഫോർ ദി ഇന്ററപ്ഷൻ. താഴെ ഞാൻ ഇംഗ്ലീഷിലെ എഴുതിയത് വായിച്ചപ്പോൾ ഓൾ ഹാർഡ് ഏൺഡ് ഹെൽത്ത് ഈസ് ടു ബി ഗിവൺ വെൽത്ത് ഫോർ അല്ല, ഹെൽത്ത് എന്നാണ് എഴുതി. വെൽത്താണ്, വെൽത്ത്. ആ ടൈപ്പ് ചെയ്തപ്പോൾ വന്ന മിസ്റ്റേക്ക്, വെൽത്താണ്. അത് ഞാൻ മൊബൈൽ ടൈപ്പ് ചെയ്യുമ്പോൾ വെൽത്ത് അടിച്ചാലും അത് ജമ്പ് ചെയ്ത് ഹെൽത്തായിട്ട് മാറുന്നു. 2-3 കണ്ടു. ഇതിന്റെ അടുത്തൊന്നും വരുന്നുണ്ട്, വീണ്ടും ഇതുപോലെ തന്നെ വെൽത്ത് വരുന്നുണ്ട്. അന്നേരം ഞാൻ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. വെൽത്താണ്. ഓൾ ഹാർഡ് ഏൺഡ് വെൽത്ത് യൂസ് ടു ബി ഗിവൺ ഫോർ ഹെൽപ്പിംഗ് ദി ഡിസർവ്ഡ്. ഓക്കെ സാർ. 212 താളാറ്റി തந்த പൊരുളെല്ലാം തക്കാർക്ക് വേളോന്മൈ ചെയ്തറ് പൊരുട്ടു. ഏറെ പ്രയത്നിച്ചു നേടും ധനം അർഹരായവർക്ക് ഉപകാരം ചെയ്യാൻ. ഇതാണ് 212 പറഞ്ഞു വെക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ കുറൽ നമ്മുടെ സാഹചര്യത്തിൽ എനിക്ക് പെട്ടെന്ന് തോന്നുന്നത്, ഇത് കുടുംബസമേതം കേട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ ഒരുപക്ഷെ കുടുംബകലഹം ഉണ്ടാവും. ഉപകാരി പ്രയത്നിച്ചുണ്ടാക്കുന്ന ധനമെല്ലാം അർഹതപ്പെട്ടവർക്ക് നൽകി സഹായിക്കുന്നതിന് വേണ്ടിയാണ് എന്നാണ് തിരുവള്ളുവർ പറയുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള അധ്വാനിച്ച പണമെല്ലാം അർഹതപ്പെട്ടവർക്ക് കൊടുക്കുക എന്ന് പറയുമ്പം വീട്ടുകാർക്കൂടെ കൊടുക്കുക എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിച്ചെടുക്കാവുന്നേ ഉള്ളൂ. ഇനി അത് പുറത്തുള്ളവർക്ക് കൊടുക്കുകയാണെങ്കിൽ വളരെ നമ്മുടെ നാട്ടു നടപ്പനുസരിച്ച് ചിലപ്പോൾ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എങ്കിൽ പോലും നമുക്ക് ലഭിക്കുന്ന പണം, ധനം, അത് മറ്റുള്ളവർക്ക് സഹായിക്കാൻ വേണ്ടിയുള്ളതാണ് എന്ന ഒരു വലിയ വലിയ സന്ദേശമാണ് ഈ ഖുറൽ നമ്മെ പഠിപ്പിക്കുന്നത്. ഓക്കെ. താളാറ്റി തந்தை പെരുളെല്ലാം തക്കാർക്ക് വേളാண்மை ചെയ്തറ് പൊരുട്ട്. All hard earned wealth is to be given for helping the deserved. The worthy say, when wealth rewards the toil spent hours, all the wealth acquired with the perseverance by the worthy is for the exercise of benevolence. 213. புத்தேள் உலகத்தும் ஈண்டும் பெறல் அரிதே ஒப்புரவின் நல்ல பிற. இதற்கு உதவி செய்து வாழும் ஒப்புரவை போல நல்லனவாகிய வேறு அறப்பகுதிகளை தேவர் உலகத்திலும் இவ்வுலகத்திலும் பெறுதல் இயலாது. புத்தேள் உலகத்துം ഈണ്ടും പെറൽ അരുതേ ഒപ്പുരവിൻ നല്ല പിറ. ഇവിടെ ആദ്യത്തെ വരയിലെ ആദ്യത്തെ വാക്ക് ഓക്കെ,
പുത്തേൾ ഉലകത്തും ദേവലോകത്തും. അത് ഈ ഭൂമിയിലെ കാര്യമല്ല പറയുന്നത്, മറു ജന്മം ഉണ്ടെങ്കിൽ അവിടുത്തെ കാണുന്നില്ല. സാറേ, പുത്തേൾ ഉലകത്തും വീണ്ടും ഈ ലോകത്തും ഒപ്പുരവിൻ ഉപകാരം ചെയ്യൽ എന്നതിനേക്കാൾ നല്ല മഹത്തായ പിറ മറ്റൊരു കർമ്മം പെറൽ ഉണ്ടാകൽ അരുത്, അസാധ്യം തന്നെ. ദേവലോകത്തും ഈ ലോകത്തും ഉപകാരം ചെയ്യൽ എന്നതിനേക്കാൾ മഹത്തായ മറ്റൊരു കർമ്മം ഉണ്ടാകൽ അസാധ്യം തന്നെ. അത്യപൂർവമായ ഒരു ഗുണവിശേഷമാകുന്നു ഉപകാരം ചെയ്യൽ. അതിനേക്കാൾ മികച്ചൊരു കർമ്മം ദേവലോകത്തോ ഈ ഭൂമിയിൽ തന്നെയോ വേറൊന്നില്ല. വീണ്ടും കവി സമർത്ഥിച്ച് പറയാണ്, ദാനം ചെയ്യാനോ അത് സ്വീകരിക്കാനോ ദേവലോകത്ത് ആരുമില്ല. ആർക്കും മറ്റൊരു സഹായം വേണ്ടാത്തൊരു ലോകമാണത്. അതുകൊണ്ട് ഉപകാരം ചെയ്യലിന്റെ ധന്യ സമ്പത്തി ആ ദേവലോകത്തിന് പോലും അന്യമാണ്. അതുകൊണ്ടാണ് അത്യപൂർവം എന്ന് പറഞ്ഞത്. ഭൂമിയിലാകട്ടെ ആ സൗഭാഗ്യം നേടാനുള്ള അരങ്ങ് സജീവമാണ്. കൊടുക്കാൻ കഴിവുള്ളവർ അനേകം, സ്വീകരിക്കാൻ അർഹതയുള്ളവരും അനേകം. ഇവിടെ ഉപകാരം പോലെ അത്യുത്തമമായ കർമ്മം വേറെ ഒന്നില്ല. അതുകൊണ്ട് ഇവിടെയും അത്യപൂർവം എന്ന് വിശേഷിപ്പിച്ചു. പുത്തേൽ ഉലകത്തും വീണ്ടും പെറൽ അരിതേ ഒപ്പുരവിൻ നല്ല പിറ. 213. പുത്തേൾ ഉലകത്തും ഈണ്ടും പെറലരിതേ ഒപ്പുരവിൽ നല്ല പിറ. അമരലോകത്തും ഈ മണ്ണിലും മറ്റൊന്നില്ലുപകൃതിയേക്കാൾ മഹത്തായി. 213 നമ്മെ പഠിപ്പിക്കുന്നു, പരോപകാരം പോലൊരു നന്മ ദേവലോകത്തും ഈ ലോകത്തും അപൂർവമാണ്, അഥവാ മറ്റൊന്നില്ല എന്ന് പറയാം. ഈ ഉപകാരം ചെയ്യുന്നതിൻ്റെ ഏറ്റവും സൂപ്പർലേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രയോഗം ഇവിടെ കവി നടത്തുകയാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ മറ്റുള്ളവന്റെ കൂടി പണപ്പെട്ടിയാണ് നമ്മുടെ കസ്റ്റഡിയിൽ സൂക്ഷിക്കാൻ തന്നിരിക്കുന്നത്. വിശുദ്ധനായ അഗസ്റ്റിൻ പറയുന്ന ഒരു വാക്കുണ്ട്, നിന്റെ അലമാരിയിൽ നീ ഉപയോഗിക്കാതെ വെച്ചുകൊണ്ടിരിക്കുന്ന വസ്ത്രങ്ങളെല്ലാം മറ്റുള്ളവൻ്റെതാണ്, അഥവാ വസ്ത്രമില്ലാത്തവൻ്റെതാണ്. ഓവർ. പുത്തേൻ ഉലകത്തും ഈണ്ടും പേരലറിതേ ഒപ്പുരവിൻ നല്ല പിറ. A virtue like helping another is rare to see in heaven and in world. To do beneficence, no equal good we know amid the happy gods or in the world below. It is difficult to obtain another good equal to benevolence, either in the world or in that of God. ஒத்தது அறிவான் உயிர் வாழ்வான் மற்றையான் செத்தாருள் வைக்கப்படும். ஒத்தது அறிவான் ஒப்புருவை அறிந்து போற்றி பிறர்க்கு உதவியாக வாழ்கின்றவன் உயிர் வாழ்கின்றவன் ஆவான். മറ്റവൻ செத்தവരിൽ ചേർത്ത് കരുതപ്പെടുവാൻ. ഇവിടെ കവി വളരെ ലഘുവായിട്ട് പറയുകയാണ്, നീ മനുഷ്യനാണോ ഇല്ലയോ എന്ന് തിരിച്ചറിയാനുള്ള ഒരു ഉപാധിയാണ് ഈ ഉപകാരം ചെയ്യുന്നത് എന്ന് പറയുന്നത്. ഒത്തത് അറിവാൻ,
ലോകഗതിക്ക് യോഗ്യമായ ധർമ്മം എന്തോ അത് അറിവാൻ അറിയുന്നവൻ, ലോകത്തോട് ഇണങ്ങി തന്നാൽ കഴിയുന്ന ഉപകാരങ്ങൾ അറിഞ്ഞു ചെയ്യുന്നവൻ, ഉയിർ വാഴ്വാൻ ഉയിർ വാഴാൻ മാത്രമാണ് യഥാർത്ഥത്തിൽ ജീവിക്കുന്നവൻ. അവനാണ് യഥാർത്ഥത്തിൽ ജീവിക്കുന്നവൻ, ജീവനോട് ജീവിക്കുന്നവൻ. മറ്റയാൻ അങ്ങനെ അല്ലാത്തവൻ, ജീവനുള്ളവൻ തന്നെ എന്നിരുന്നാലും ചെത്താരുൾ മരിച്ചു പോയവരിൽ ഒരുവനായി മാത്രമേ വയ്ക്കപ്പെടും, കണക്കാക്കപ്പെടുകയുള്ളൂ. അതായത് ഈ ഭൂമിയിൽ ജീവനോടെ ഉള്ളവർ, സമ്പത്തുള്ളവർ, അർഹമായ സമ്പാദ്യമുള്ളവർ, അവരുടെ കടമയാണ് മറ്റുള്ളവർക്ക് ദുഃഖം അറിഞ്ഞ് അവർക്ക് വേണ്ടത് വേണ്ട സമയത്ത് ഉപകരിക്കാനുള്ളത്. അങ്ങനെ ഇല്ലാത്തവർ ധനമുണ്ടായിട്ടും ജീവനുണ്ടായിട്ട് പോലും അവരെ മരിച്ചവർക്ക് കൂട്ടായി നമ്മൾ കരുതണം എന്ന് കവി ഇവിടെ പറയുന്നുണ്ട്. ലോകഗതിക്ക് ഇണങ്ങി പരദുഃഖം കണ്ടറിഞ്ഞ് തന്നാൽ കഴിയുന്ന വിധത്തിലുള്ള ഉപകാരങ്ങൾ ചെയ്ത് ജീവിക്കുന്നവൻ മാത്രമേ യഥാർത്ഥത്തിൽ ജീവിക്കുന്നുള്ളൂ. അല്ലാത്തവൻ ശ്വസിക്കുകയും കാണുകയും കൈകാലുകൾ ചലിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ശവമായി മാത്രമേ കണക്കാക്കപ്പെടുകയുള്ളൂ. താനോ അർഹമാം വണ്ണം ജീവിക്കുന്നില്ല. മറ്റുള്ളവർക്ക് ഒരു ആവശ്യവും ഇല്ലാത്ത ശരീരം, ഭൂമിക്ക് ഭാരവും. ഇതാണല്ലോ അവന്റെ അവസ്ഥ. ഒത്തത് അറിയുവാൻ ഉയിർ വാഴ്വാൻ മറ്റയാൻ തെറ്റാറുകൾ വയ്ക്കപ്പെടും. രണ്ട് എന്താ പറഞ്ഞ വാക്യത്തില് കവി അത് പറയുന്നുണ്ട്. ഒത്തത് അറിയുവാൻ ഉയിർ വാഴ്വാൻ, ജീവിക്കുന്നവൻ അത് എന്താണ് അതിന്റെ കടമ എന്നുള്ളത് അറിഞ്ഞവനാണ്. മറ്റവൻ അല്ലാത്തവൻ തെറ്റാറ് വയ്ക്കപ്പെടും, ജീവൻ ഇല്ലാത്ത ജഡം പോലെ ആണ് എന്ന് കവി വളരെ ലഘുവായിട്ട് പറഞ്ഞു. ഖുറൽ 214. ഒത്തതറിവാൻ ഉയർ വാഴ്വാൻ മറ്റയാൻ ചെത്താരുൾ വയ്ക്കപ്പെടും. ഒത്തതറിഞ്ഞ് ചെയ്വോൻ ഉയർ വാഴുവോൻ മറ്റവൻ ചത്തവർക്കൊപ്പം. 214 നമ്മെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട സന്ദേശം. ഒരു സെക്കൻഡ്. ബൈബിളിൽ വെളിപ്പാട് പുസ്തകത്തിലാണ് പറയുക, വിധിയുടെ അവസരത്തിൽ ഒരു വെളിപ്പെടുത്തൽ നടത്തുകയാണ്. നീ ജീവിച്ചിരിക്കുന്ന മൃതനാണ്. ഏതാണ്ട് അതിന് സമാനമായ ഒരു വാക്യമാണ് ഇവിടെ പറഞ്ഞു വെക്കുക. അനുസരിച്ച് അർഹതപ്പെട്ടവർക്ക് സഹായം നൽകുന്നവനാണ് ജീവിച്ചിരിക്കുന്നത്. അല്ലാത്തവർ മരിച്ചവരുടെ ഗണത്തിലാണ്. ഇങ്ങനെ ജീവിച്ചിരിക്കുന്ന മരിച്ചവർ വളരെ പ്രധാനപ്പെട്ട ഒരു നല്ല പ്രയോഗമാണ്. ജീവനുള്ള ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന് നമ്മൾ മലയാളത്തിൽ ഒരു പ്രയോഗമുണ്ട്. എന്നാൽ നീ ജീവിച്ചിരിക്കുന്ന മൃതനാണ്. തീർച്ചയായിട്ടും നമ്മളെ തന്നെ ആത്മശോധന ചെയ്യാനുള്ള ഒരവസരമാണ്. നമ്മുടെ അവസ്ഥ ജീവനുള്ളതാണെങ്കിലും മൃതനാണോ? ഓക്കെ. ഒത്തതറിവാൻ ഉയിർ വാഴ്വാൻ മറ്റയാൻ ചെത്താരുൾ വയ്ക്കപ്പെടും. Real living, one is who helps knowing the need and the other soul will be held as dead. പതി 215. എല്ലാവർക്കും ഒരു വളരെ ലഘുവായിട്ട് അല്ലെങ്കിൽ എപ്പോഴും ഉപയോഗിക്കാമെന്നുള്ള ഒരു ഉപമയോട് കൂടിയുള്ള ഒരു ഖുറാനാണിത്.
എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഈ അധ്യായത്തിലൊരു കുറളാണ്. മാത്രമല്ല എല്ലാ മീറ്റിങ്ങുകളിലും എവിടെയൊക്കെ സന്ദർഭം കിട്ടും അവിടെയൊക്കെ നമുക്ക് ഇത് പ്രയോഗിക്കാൻ പറ്റുന്ന ഒരു കുറളാണ്. ഓരുണി നീർ நிறைந்தற்றே உலகவாம் பேர் அறிவாளன் இரு. ஒப்பிரவினால் உலகம் வாழுமாறு விரும்பும் பேரறிவாளின் செல்வம் ஊரார் நீர் உண்ணும் குளம் നീരാൽ നിറൈന്താർ പോന്നത്. വളരെ പ്രാക്ടിക്കലായിട്ട് കവി പറയുന്നുണ്ട്. ഈ ഇതില് ആദ്യത്തെ വരിയിൽ ഉലക് ആവാം, ഉലക് ലോകഗതിക്ക് ഇണങ്ങി, ആവാം താല്പര്യപൂർവ്വം തന്നാൽ ആവുന്ന ഉപകാരങ്ങൾ ചെയ്യുന്ന. അടുത്ത വരിയിലെ ആദ്യത്തെ വാക്ക് പേര് അറിവാളൻ, മഹത്തായ ജ്ഞാനത്തെ ഉൾക്കൊണ്ടിരിക്കുന്ന ധർമ്മിഷ്ഠനായ ഉദാരന്റെ തിരു ഐശ്വര്യ സമ്പത്ത്. ഇനി ആദ്യത്തെ വരിയിലെ ആദ്യത്തെ വാക്ക് ഊരുണി, ഊരിൽ വസിക്കുന്നവർ ഉണ്ണുന്ന, ജലാശയം വീണ്ടും വീണ്ടും, നീർ നിറൈന്തറ്റേ, നീർ നിറഞ്ഞ് കവിയുന്നത് പോലെ ആകുന്നു. അതായത് ദാനധർമ്മങ്ങൾ ചെയ്യുന്നവനെ കുറിച്ച് കവി പറയുന്ന അവന് വീണ്ടും വീണ്ടും സമ്പത്ത് വന്നു ചേർന്നുകൊണ്ടിരിക്കും. അത് ഏതിനെ പോലെയാണെന്നുണ്ടെങ്കിൽ പണ്ടൊക്കെ പറയുന്നത് ഇപ്പോഴത്തെ ഈ വാട്ടർ സപ്ലൈ മറ്റു കാര്യങ്ങളൊന്നും ഇല്ല. ഈ പറഞ്ഞതിൽ പണ്ടൊക്കെ പറയുന്നത് ഊരിലെ കിണർ എന്ന് പറയും, പൊതുകിണർ. ഇപ്പോഴും ഉണ്ട് പല സ്ഥലങ്ങളിലും. പണ്ടത്തെ ആ കിണറിന്റെ അവശിഷ്ടങ്ങൾ ഇപ്പൊ കാണുന്നുണ്ട്. ഒരു കുളം കാണും, ആ കുളത്തിന് അടുത്തടുത്തായിട്ടുള്ള പൊതു കിണറുകൾ കാണും. അവിടെയായിരിക്കും ജനങ്ങൾ വന്ന് വെള്ളം എടുക്കാനും കുളിക്കാനും മറ്റു കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്യുന്നത്. ആ കിണറാകട്ടെ ഒരിക്കലും വറ്റാറുമില്ല എന്നുള്ളതാണ്. ഈ ജലം എടുക്കും തോറും നിറഞ്ഞ് വീണ്ടും വന്ന് ചേരുന്നത് പോലെയാണ്. ഇപ്പോഴും നമുക്ക് തമിഴ്നാട്ടിലെ നാറുകൊല്ലുന്ന കന്യാകുമാരിക്ക് അല്ലെങ്കിൽ തിരുനെൽവേലിക്ക് പോകുന്ന വഴിക്കുന്നുണ്ട്. അവിടെ ഒരു കാവൽ കിണർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആ പൊതു നിരത്തിൽ ഒരു കിണർ, അത് എപ്പോഴും വെള്ളം നിറഞ്ഞിരിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ ബാലരാമപുരത്തും ആ ജംഗ്ഷനിൽ നിന്ന് അല്പം മുന്നോട്ട് പോകുമ്പോഴും ഇടതുവശത്ത് ഒരു കിണറുണ്ട്. ഇതൊക്കെ പണ്ട് വരെ ഉള്ളതാണ്. ജനങ്ങൾക്ക് ഉപകാരപ്പെടും രീതിക്ക് കിണറുകൾ അവിടെ ഉണ്ടായിരിക്കും. അതിൽ നിന്ന് വന്നായിരിക്കും ഇവർക്ക് എടുക്കുന്നത്. അതുപോലെ തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളിൽ ആ ശുചീന്ദ്രം നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പോകണമെങ്കിലും രാവിലെ അവർക്ക് പ്രഭാത കർമ്മങ്ങൾ ചെയ്യുന്ന പ്രത്യേകം സ്ഥലങ്ങളുള്ളതുപോലെ തന്നെ കുളിക്കാനും ഉള്ള ഇതിന് വേണ്ടിയിട്ട് ഒരു കിണറാണുള്ളത്. അതിൽ 1, 2 അല്ല 8, 10 ഇത് ഉണ്ടാകും. എന്താ കപ്പിയും കയറ് കാണും. അതിൽ കൂടി എടുക്കുക, കുളിക്കുക എന്നുള്ള രീതിക്കാണ്. അത്രയ്ക്കും സമൃദ്ധമായ കിണറുകളായിരുന്നു. അതിനെയാണ് കവി ഇവിടെ പറയുന്നത്. എല്ലാ ജനങ്ങൾക്കും എപ്പോഴും ആശ്രയിക്കാവുന്ന ഊരിലെ കുളം. ഊരെന്ന് പറയുമ്പോൾ പട്ടണം, പണ്ടൊക്കെ ഊരെന്ന് പറയുന്നത് ചെറിയ ഗ്രാമം എന്നുള്ളത്. ഊരിലെ കുളം മേന്മേൽ നീർ നിറഞ്ഞ് സമൃദ്ധിയാൽ കര കവിയുന്നത് പോലെയാണ് ലോകഗതിക്ക് ഇണങ്ങി പരോപകാരങ്ങൾ ചെയ്തു വാഴുന്ന ജ്ഞാനികളും ധർമ്മനിഷ്ഠന്മാരായ ഉദാര അതികളുടെ സമ്പത്ത് എന്നും നിലനിൽക്കുന്നതും കഴിയാത്തതുമാണ്. ആ സമൃദ്ധി ലോകത്തിന് മുഴുവൻ അതിൻ്റെ പ്രയോജനം അനായാസമായും നിരുപാധികമായും ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു. ഊരുണി നീർ നിറൈന്തറ്റ് ഉലകവാം പേര അറിവാളൻ തിരുനിറഞ്ഞ സമ്പത്ത്. 215 ഊരുണി നീർ നിറൈന്തറ്റേ ഉലകവാം പേരറിവാളൻ തിരു. ഊരിലെ നീർക്കുളം മേന്മേൽ നിറഞ്ഞ പോൽ ഉലകിൽ ഉദാരന്റെ ശ്രീത്വം. നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഉപകാരിയുടെ ധനം നാട്ടുകാർ ഉപയോഗിക്കുന്ന നീരുറവ നിറയും പോലെയാണ്. അതിങ്ങനെ ഉറവ വന്നുകൊണ്ടേയിരിക്കും. വെള്ളം വറ്റുന്നില്ല. കോരുന്തോറും വീണ്ടും അത്രയും വെള്ളം അല്ലെങ്കിൽ അതിനേക്കാളേറെ വന്നുകൊണ്ടേയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ദാനം ചെയ്തതിന്റെ പേരിൽ ഒരുവനും നശിക്കുകയോ തീർന്നു പോവുകയോ ചെയ്തിട്ടില്ല.
ഏതെങ്കിലും ആളുകൾ ഏതെങ്കിലും വിധത്തിൽ പരാജയപ്പെടുകയോ ദരിദ്രനാകുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മറ്റേതെങ്കിലും കാര്യങ്ങൾ കൊണ്ടാണ്. മറിച്ച് ദാനം ചെയ്തതിന്റെ പേരിൽ, ഉപകാരം ചെയ്തതിന്റെ പേരിൽ ഒരാളും ദരിദ്രനായിട്ടില്ല. ഓക്കെ. ஊருணி நீர் நிறைந்தட்டே உலகவாம் பேரறிவாளன் இருப்பு. Wealth of a philanthropist whose aspires world's welfare is like a public utility spring. Gents, ജെൻസിലെ ഗെറ്റ്സ്. the wealth of a man who loves the fitting way, truly wise, is as when water fills in the lake, that village needs supplies. And wealth of that man of eminent knowledge, who desires to exercise the benevolence, approval of the world, is like the full waters of city. 216. ഇനി കവി അങ്ങോട്ട് പറയുന്നതൊക്കെ ഈ ദാനധർമ്മങ്ങൾ മനുഷ്യൻ മാത്രമല്ല, പ്രകൃതിയും അതിൻ്റെ രീതിക്ക് തന്നെയാണ് നമുക്ക് ചെയ്യുന്നു. ഒരു പ്രത്യുപകാരവും പ്രതീക്ഷിക്കാതെ, അല്ലെങ്കിൽ അതിൻ്റെ നന്മ എടുക്കുന്നവർ നാളെ എന്തെങ്കിലും അതിന് പ്രതിപകാരം ചെയ്യും എന്ന് വിചാരിക്കാതെ ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. ആദ്യമായിട്ട് ജലം ഇതിനെ കുറിച്ചായിരുന്നു കവി പറഞ്ഞത്. അത് ഒരു ഗ്രാമത്തിലെ പൊതുവായിട്ടുള്ള കുളം, അവർക്ക് കുളിക്കാനും നനയ്ക്കാനും മറ്റു കാര്യങ്ങൾക്കുള്ളത്, അതുപോലെ കിണർ കുടിക്കാനും മറ്റുള്ള ജലവും ഇതൊക്കെ തരുന്നത് പോലെ എന്ന് പറഞ്ഞു നിർത്തി. അടുത്തത് പറയുന്നുണ്ട്, ഒരു മരത്തിനെയാണ് അത് പറയുന്നത്. ഗ്രാമത്തില് വളരെ ഫലപുഷ്ടിയുള്ള ഒരു മരം, അത് എങ്ങനെയാണ് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നത്, അതുപോലെ ആയിരിക്കണം മറ്റുള്ള നമ്മുടെ സാധാരണ ഒരു മനുഷ്യന്റെ സമ്പത്ത് എന്ന് കവി എന്നോട് പറയുന്നു. അടുത്തിലേക്ക് പറയുന്നു, പയൻ മരം ഉള്ളൂർ പഴുത്തറ്റാൽ സെൽവം നയനുടയാൻ കൺ പടീൻ. സെൽവം എന്ന് പറയുമ്പോൾ സാധാരണ തമിഴ്നാട്ടിലൊക്കെ പറഞ്ഞ സെൽവന്തർ എന്ന് പറഞ്ഞാൽ പണക്കാരൻ, ധനമുള്ളവൻ എന്നുള്ള മിനിക്കാണ് എന്നുള്ളത്. സെൽവം എന്ന് പറയുമ്പോൾ ഇനി അടുത്ത 2 തുടരിലും സെൽവം എന്നുള്ള വാക്ക് വരുന്നുണ്ട്. സെൽവം എന്ന് പറഞ്ഞാൽ ആ കോയിൻ എന്ന് പറയുന്നത് തന്നെ അത് ഒരിടത്തുനിന്ന് മറ്റു സ്ഥലത്തേക്ക് ചെല്ലുന്നത് കൊണ്ടാണ് സെൽവം എന്ന് പറയുന്നത്. അങ്ങനെയും പറയാറുണ്ട്. സെൽവം ഒരിടത്ത് തങ്ങി നിൽക്കാറില്ല, സമ്പത്ത് ഒരിടത്തുനിന്ന് മറ്റാൾക്കാർക്ക് ഇങ്ങനെ കൈമാറി പോകും സെൽവം എന്നുള്ളത്. പയൻ മരം ഉള്ളൂർ പഴുത്തറ്റാൽ സെൽവം നയനുടയാൻ കൺ പടീൻ. ഒപ്പുരവാകി നയപ്പண்பு உடையவனிடம் செல்வம் சேர்ந்தால் அது ஊரின் நடுவே உள்ள பயன் மிகுந்த മരം പഴങ്ങൾ പഴുത്താൽ പോൻறது. കാരണം നമുക്ക് നമ്മുടെ നാട്ടിലെ കാണുന്നുണ്ട്, സ്കൂളിലേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ പണ്ടൊക്കെ ഗ്രാമങ്ങളിലേക്ക് കാണുമ്പോൾ മാവിന്റെ മരങ്ങൾ കാണാറുണ്ട്. അത് മാത്രമല്ല, ആ മാവ് നിറച്ചും പൂത്ത് കായായി കനിയായി നിൽക്കുമ്പോഴായിരിക്കും അതിന് കല്ലേറ് കിട്ടുന്നതും അല്ലെങ്കിൽ അതിന്റെ ഫലം മറ്റുള്ളവർക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. അതുപോലെയാണ് ഇവിടെ പയൻ മരം ഉള്ളൂർ പഴുത്തറ്റാൽ സെൽവം നയനുടൈ യാൻകൺ പടീൻ. അതിലെ ആദ്യത്തെ വരിയിലെ അവസാനത്തെ വാക്കെടുക്കുകയാണ് സെൽവം. അതിന്റെ അടുത്ത 2ാമത്തെ വരിയിലേക്ക് പോവുകയാണ്. സെൽവം നയനുടയാൻ കൺ പടീൻ. സമ്പത്ത് ഉപകാരിയായ നല്ലവന്റെ പക്കൽ പടീൻ ഉണ്ടാകുമെങ്കിൽ അത് ഏതിനെ പോലാണെന്ന് വെച്ചാൽ, ആദ്യത്തെ വരിയിൽ 2ാമത്തെ വാക്ക് ഉള്ളൂർ, ഊർ മധ്യത്തിൽ, മരം ഫലവൃക്ഷം, പയൻ മധുരഫലങ്ങൾ നിറഞ്ഞ പഴുത്തറ്റാൽ അത് പഴുത്ത് ദാഹമായി നിൽക്കും പോലെയാകുന്നു. സമ്പത്ത് ഉപകാരിയായ നല്ലവന്റെ പക്കൽ ഉണ്ടാകുമെങ്കിൽ അത് ഊർ മധ്യത്തിൽ ഫലവൃക്ഷം മധുരഫലങ്ങൾ നിറഞ്ഞ് പഴുത്ത് ദാഹമായി നിൽക്കും പോലെയാകുന്നു. ഗ്രാമമധ്യത്തിൽ സമർത്ഥമായി പഴുത്തു നിൽക്കുന്ന ഫലവൃക്ഷം പോലെയാണ് നലമുള്ള ഉപകാരി ചേർന്ന സമ്പത്ത്. വരുന്നവർക്കും പോകുന്നവർക്കും ഗ്രാമവാസികൾക്കും വേണ്ടാത്തവർക്ക് പോലും അത് മധുരവും സംതൃപ്തിയും ആശ്വാസത്തിന്റെ തണലും എല്ലാം നൽകുന്നു. 216
വയന്മരം ഉള്ളൂർ പഴുത്തറ്റാൽ ചെൽവം നയനുടെ യാൻ കൺപടിൻ. കനികൾ ഇടതൂർന്ന ഫലവൃക്ഷം പോൽ നാട്ടിൽ ഉണികളെ ചേർന്ന സമ്പത്തും. ഇവിടെ ഈ പ്രയോഗങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ തിരുവള്ളുവരുടെ തിരുക്കുറളും ബൈബിളുമായിട്ട് ഒരു സമാനത ഉണ്ടാകുന്നത്, ബൈബിളിൽ നമ്മൾ കാണുന്ന ചില വിഷയങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി ആ നാട്ടിലുള്ള ചില പ്രയോഗങ്ങൾ എടുക്കുകയാണ്, അല്ലെങ്കിൽ സംഗതികളെ എടുത്തു വെച്ചാണ് പഠിപ്പിക്കുന്നത്. അതായത് വിത്ത്, വിത, വയൽ, കൃഷിക്കാരൻ, തോട്ടക്കാരൻ, പുളിമാവ്, കടുകുമണി, ആകാശത്തിലെ പറവ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ പിന്നെ വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇവിടെ തിരുക്കുറളിൽ ഉപയോഗിക്കുന്നത് കുളം, വൃക്ഷം, മഴ, ഇങ്ങനെ മനുഷ്യന് ചിരപരിചിതമായ കാര്യങ്ങളെ എടുത്തു വെച്ചുകൊണ്ടാണ് ഈ രണ്ട് കാര്യങ്ങളിലും കേൾവിക്കാരെ അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നെ ആരാധകരെ, പിൻചൊല്ലുന്നവരെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. ഇവിടെ പറയുകയാണ്, ധനം ഉപകാര നന്മയുള്ള മനുഷ്യനുണ്ടായാൽ ഗ്രാമമധ്യേ നിൽക്കുന്ന ഫലവൃക്ഷത്തിൽ കായ്കൾ നിറയെ വിളഞ്ഞ് പഴുത്ത് നിൽക്കും പോലെയാണ്. പണ്ടൊക്കെ പള്ളിക്കുടം വിട്ട് വരുമ്പോൾ നാട്ടിലുള്ള പൊതുമാവിൽ ആളുകൾ, പിള്ളേര് എറിയുകയോ കുലുക്കി മാങ്ങ പറിക്കുകയോ ഒക്കെ ചെയ്യുമായിരുന്നു. മരത്തിന് സന്തോഷം മാത്രമായിരിക്കും. നമുക്ക് മരത്തിന് സന്തോഷം കേട്ടോ ഇല്ലയോ എന്ന് നമുക്കിപ്പം അറിഞ്ഞുകൂടാ, അതിന്റെ സൈക്കോളജി അറിഞ്ഞുകൂടാ. ഏതായാലും അതിനെ ഒരു അലങ്കാരം, ഒരു ഉപമയായിട്ട് എടുത്തു വെക്കുകയാണ്. ഇങ്ങനെയുള്ളവരുടെ കയ്യിലാണ് ധനം വന്നു ചേരേണ്ടത്, അല്ലാതെ പൂട്ടിക്കെട്ടി വെച്ചുകൊണ്ടിരിക്കുന്നവരുടെ കയ്യിലല്ല. എല്ലാവർക്കുമായി ഇങ്ങനെ നൽകുന്ന ഒരാളിന്റെ കയ്യിലാകട്ടെ ധനം. അപ്പോഴാണ് ധനം ചക്രം എന്ന പേരിൽ നമ്മൾ പണ്ട് വിളിച്ചിരുന്നു, അതിന്റെ അർത്ഥം പൂർണ്ണമാവുക. ഓക്കെ. പയന്മരം ഉള്ളൂർ പഴുത്തറ്റാൽ ചെൽവം നയനുടയാൻ കൺപടി. If the wealth comes to man of charity, it is like a tree in the middle of the hamlet, bringing ripe fruits. A tree that fruits in the hamlet center mart is wealth that falls to man of liberal heart. The wealth of a man possessed of the virtue of benevolence is like ripening of fruitful tree in the midst of the town. 217. നേരത്തെ കിണറിനെ കുറിച്ച് പറഞ്ഞു, കുളത്തിനെ കുറിച്ച് പറഞ്ഞു, അടുത്തതിലെ ഫലവൃക്ഷത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ കവി ഇപ്പോൾ സൂചിപ്പിക്കുന്ന ഊമയുടെ എടുത്തിട്ടുള്ളത് പിന്നെ ഔഷധ ഗുണമുള്ള ഒരു മരത്തിനെ കുറിച്ചാണ്. നമ്മുടെ നാട്ടില്, പ്രത്യേകിച്ച് കേരളത്തിലും തമിഴ്നാട്ടിലൊക്കെ വൃക്ഷങ്ങൾ വളരെയധികം ഉണ്ട്. അഗസ്ത്യമല തന്നെയുണ്ട്, മരുന്നിന് പേരുകേട്ട അഗസ്ത്യമല കന്യാകുമാരിയിലുണ്ട്. അവിടുത്തെ അതുപോലെ തന്നെ വൃക്ഷങ്ങളുണ്ട്. നമ്മുടെ വേപ്പ് മരായാലും അതുപോലെ തന്നെയാണ്, മറ്റേ കറിവേപ്പിലയുടെ കാലം തന്നെയാണ്, മറ്റ് ഔഷധ സസ്യങ്ങളിൽ വളരെയധികം ഉള്ളൊരിതാണ്. അതിനോടാണ് കവി ഒരു ഉപമയായിട്ട് നമ്മൾ പറയുന്നത്, സമ്പത്തിനെ കുറിച്ച് പറയുന്നത്. മരുந்தாகி തപ്പ മരത്തറ്റാൽ செல்வம் പെരുന്തകയാൻ കൺ പടിൻ. മരുந்தாகി, ആ ഇതില് ആദ്യത്തെ വരയില് അവസാനത്തെ 4ാമത്തെ വാക്കെടുക്കുന്നു, സെൽവം, സമ്പത്ത്. അതിന്റെ രണ്ടാമത്തെ വരയില് ആ വരി മുന്നെടുക്കണം, പെരുന്തകയാൻ കൺ, ഉപകാരിയായ ഔദാര്യശീലന്റെ കയ്യിൽ കടിൻ, സമൃദ്ധമായി ചേരുമെങ്കിൽ. അത് ഇനി ആദ്യത്തെ വരയിലെ ആദ്യത്തെ വാക്ക്. മരുந்தாகி, എല്ലാവിധ രോഗങ്ങൾക്കുമുള്ള ഔഷധമുള്ള മരത്തറ്റ്, വൃക്ഷത്തെ പോലെ. തപ്പ, ഒരു അംശവും ഒഴിവാക്കാനില്ലാത്തതായി ഭവിക്കുന്നു. സമ്പത്ത് ഉപകാരിയായ ഔദാര്യശീലന്റെ കയ്യിൽ സമൃദ്ധമായി ചേരുമെങ്കിൽ അത് എല്ലാവിധ രോഗങ്ങൾക്കുമുള്ള
ഔഷധ ഗുണമുള്ള വൃക്ഷത്തെ പോലെ ഒരംശവും ഒഴിവാക്കാനില്ലാത്തതായി ഭവിക്കുന്നു. വേരും തണ്ടും ഇലയും തോലും എന്നുവേണ്ട ഏതു ഭാഗവും വിലപ്പെട്ട ഔഷധമായി ഉപയോഗിക്കാവുന്ന ഒരു അമൂല്യ വൃക്ഷം എങ്ങനെയോ അതുപോലെയാണ് ഔദാര്യശാലിയും ഗുണവാനുമായ ഒരാൾക്ക് ഉണ്ടാവുന്ന സമ്പത്ത്. അതിൻ്റെ അങ്ങേയറ്റത്ത് ചില്ലിക്കാശ് വരെ മറ്റുള്ളവരുടെ അഹപത്തിൽ ഉതകുംപടി വിനിയോഗിക്കപ്പെടുന്നു. മരുന്താകി തപ്പ മരത്തറ്റാൽ செல்வம் பெருந்தகை யாம் கண்படி. 217 മരുന്താകി തപ്പ മരത്തറ്റാൽ ചെൽവം പെരുന്തകൈ യാൻകൺ പടിൻ. അടിമുടി ഔഷധ വൃക്ഷം പോൽ സമ്പത്ത് ഒരൗദാര്യശാലിതൻ കയ്യിൽ എന്നാണ് അത് മലയാളത്തിൽ പറയുക. ധനം മഹാമനസ്സുള്ളവനുണ്ടായാൽ അടിമുടി ഔഷധഫലം നൽകാൻ കായ്ച്ചു നിൽക്കുന്ന മരം പോലെയാണ്. വീണ്ടും ചിരപരിചിതമായ ഒരു ഉദാഹരണം എടുത്തു വെച്ചുകൊണ്ടാണ് ഈ വിഷയത്തെ തിരുവള്ളുവർ പഠിപ്പിക്കുക. അവിടെ ആ നാട്ടിൽ നിരവധിയായ ഔഷധ വൃക്ഷങ്ങളുണ്ട്, ചെടികളുണ്ട്. ആയുർവേദത്തോട് വളരെ സ്നേഹം പുലർത്തുന്നവരാണ്, അവർക്കതറിയാം. അതുകൊണ്ട് ഈ ഔഷധ ചെടികളുടെ വേര് വളരെ ഉപകാരപ്രദമാണ്. വേര് കുറുക്കി കഷായം ഉണ്ടാക്കുന്നു, ഇലയും തണ്ടും ഉപയോഗിക്കും, എല്ലാം ഒന്നും ഒഴിവാക്കാനില്ലാതെ. അതുപോലെയാണ് മഹാമനസ്സുള്ളവന് ഇതുണ്ടായാൽ അടിമുടി ഔഷധഫലം കായ്ച്ചു നിൽക്കുന്ന മരം പോലെയാണ്. അപ്പൊ അങ്ങനെയുള്ളവരുടെ കയ്യിലാണ് ഇത് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ചിലരതില്ലാത്തവര് ചില സമയത്ത് പറയുന്നത് കേട്ടിട്ടില്ലേ, എറിയാൻ അറിയാവുന്നവന്റെ കമ്പ് കൊടുക്കണം, അല്ലെ കല്ല് കൊടുക്കണം. എറിയാൻ പഠിക്കുക, അത് വേണ്ടവണ്ണം വിനിയോഗിക്കുക. ഓക്കെ. മരുന്താകി തപ്പ മരത്തറ്റാൽ செல்வம் പെരുന്തകൈ യാൻകൺ പടി. If a philanthropist became rich, he is just as a tree which never forget to give herbal remedies from leaves to root. Unfailing tree that healing balm distills from every part. Is ample wealth that falls to him of large and noble heart. For the wealth to be in the possession of a man who has a great excellence of benevolence, it is like a tree which as a medicine is an uninfallible cure for disease. 218. ഇതുവരെ ദാനം ചെയ്യുന്നവർ കടമയായിരിക്കണം സമ്പത്തുള്ളവന്റെ എന്ന് പറഞ്ഞ കവി അത് ഏതിനൊക്കെ ഇവിടെ ഉപമിക്കാൻ പറ്റുമോ? നമ്മുടെ സർവ്വസാധാരണമായ നമ്മുടെ നിത്യജീവിതത്തിൽ കാണുന്ന ജലം, ഫലവൃക്ഷം, ഔഷധ മരം, ഇത് മൂന്നോട് ഉപമിച്ചിട്ട് അടുത്ത് പറയുകയാണ് അങ്ങനെ ചെയ്തു വരുന്നവർക്ക് സ്വഭാവം എന്തായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ സമ്പത്തൊക്കെ ദാനം ചെയ്യുന്നവരുടെ സ്വഭാവത്തെ കുറിച്ച് പറയുന്നു. ഇടനിൽ പർവത്തും ഒപ്പുരവിർ കൊള്ളുകാർ കടൻ അറി കാഴ്ചയവർ. ഇടനിൽ പർവത്തും, ഇടൽ എന്ന് പറയുമ്പോൾ ഇടർ എന്നുള്ളതിലേക്കാണ്. ഒപ്പൊരു വരന്ത് ഒഴുകലാകിയ തം കടമയറിந்த അറിവ് ഉടയവർ സെൽവവളം ഇല്ലാത്ത കാലത്തിലും ഒപ്പുരവക്ക് തളരമാട്ടാർ എന്ന് തമിഴ് പറയുന്നുണ്ട്. ഇതില് രണ്ടാമത്തെ വരിയില് ആദ്യത്തെ വാക്ക് കടൻ അറി കാഴ്ചയവർ. കടൻ അറി, തങ്ങളുടെ കടമകളെ കുറിച്ച് നന്നായി അറിയുന്ന, ആ കടമയിലാണ് ആ ആദ്യ രണ്ട് അക്ഷരത്തിലുള്ളത് കട എന്നുള്ളതില്. കടൻ അറിയുന്നവൻ, കടമ അറിയുന്നവൻ. കാഴ്ചയവർ, ലോകജ്ഞാനം ഉള്ളവർ. കാഴ്ച എന്ന് പറയുമ്പോൾ അത് കണ്ട് മനസ്സിലാക്കിയവർ ഉള്ളവർ ആയ ഗുണവാന്മാർ. എന്നിട്ട് ആദ്യത്തെ വരിയിലെ ആദ്യത്തെ വാക്ക് ഇടനിൽ പർവത്തും, ഇട ഒന്നും ഇല്ലാത്ത ഒരവസ്ഥയിലും,
ഇടനിൽ പരുവത്തും ഇല്ലായ്മയുടേതായ കാലത്തും. ഇനി അടുത്ത വാക്ക് ഒപ്പുരവർ കൊൾകാർ. ഒപ്പുരവന് ഉപകാരം ചെയ്യുന്നതിന് കൊൾകാർ തളരുകയില്ല. ഇടനിൽ പരുവത്തും ഒപ്പുരവർ കൊൾകാർ കടനറി കാട്ടിയവർ. തങ്ങളുടെ കടമകളെക്കുറിച്ച് നന്നായി അറിയുന്ന ലോകജ്ഞാനമുള്ളവർ, അങ്ങനെയുള്ള ഗുണവാന്മാർ ഇല്ലായ്മയുടെ കാലത്തും ഉപകാരം ചെയ്യുന്നതിന് തളരുകയില്ല. ലോകജ്ഞാനമുള്ള നല്ലവരായ ഉദാരമതികൾ സാമ്പത്തികമായി ക്ഷീണിച്ചു പോയ അവസ്ഥയിലും മറ്റു പലതും ചിലപ്പോൾ വേണ്ടെന്ന് വെച്ചേക്കാം. എന്നാലും അന്യർക്ക് ഉപകാരം ചെയ്യുക എന്ന മഹത്തായ നിയോഗം ഒരിക്കലും അവർ കൈവിടുകയില്ല. ഇപ്പോ ഈ സന്ദർഭത്തില് ഒരു വളരെ സുപരിചിതനായ ഒരു കവിയായിരുന്നു, കഴിഞ്ഞ നൂറ്റാണ്ടിലും ഇപ്പോഴും ഉണ്ടായിരുന്നു, മഹാകവി സുബ്രഹ്മണ്യ ഭാരതിയാർ. അയാള് തിരുനെൽവേലിക്കടുത്തുള്ള എട്ടയപുരത്താണ് ജനിച്ചതും വളർന്നതും. അവിടെ രാജഭരണമായിരുന്നു. അദ്ദേഹം ചെറുപ്പത്തിലെ തന്നെ കവിതകളൊക്കെ രചിക്കുന്ന ഒരു സിദ്ധിയുള്ളതായിരുന്നു സുബ്രഹ്മണ്യ ഭാരതിയാർ. അദ്ദേഹം ഒരിക്കൽ രാജകൊട്ടാരത്തിൽ ചെന്നു. രാജാവ് ഇദ്ദേഹത്തിന്റെ ജ്ഞാനത്തെ പരീക്ഷിക്കാനായിട്ട് ഒരു വാക്ക് പറഞ്ഞു. ഇയാളുടെ പേര് എന്താ പറഞ്ഞ പോലെ സുബ്രഹ്മണ്യ ഭാരതി എന്ന്, അവിടെ ഭാരതി എന്ന് പറയുമ്പോൾ അവിടെ സ്ഥാനപ്പേരായിട്ടാണ് വരുന്നത്. അദ്ദേഹം പറഞ്ഞു ഒരു കവിത രചിക്കാനായിട്ട് ഒരു പാട്ട് പറയണം, അതിൽ അവസാനിക്കുന്ന വരി വാക്കും ഇതായിരിക്കണമെന്ന് രാജാവിന്റെ അവിടെ നിന്ന് പറയുന്നുണ്ട്. അതായത് ഭാരതി ചിന്നപ്പയൽ എന്നുള്ള രീതിക്ക് കവിത അവസാനിക്കണം. അതായത് സ്വയം തന്നെ അവൻ പറയണം ചിന്നപ്പയൽ എന്നുള്ള വാക്ക് പറയണം, ഞാൻ ചെറുതാണ് എന്നുള്ളത്. അപ്പൊ ആ രീതിക്ക് ഉള്ള ജ്ഞാനപണ്ഡിതനുള്ള ഒരു കവിയായിരുന്നു സുബ്രഹ്മണ്യ ഭാരതി. അദ്ദേഹം പെട്ടെന്ന് എനിക്ക് ഓർക്കുന്നില്ല, ഫസ്റ്റ് ലൈൻ ഇപ്പൊ ഓർമ്മ അറിയുന്നില്ല. അതായത് ഈ ലോകത്ത് ഉള്ള എല്ലാ സമ്പത്തിനേക്കാളൊക്കെ ഇതായിട്ട് വരുന്നത് ഇദ്ദേഹം കൊടുക്കുന്ന ദാനത്തിന്റെ ഇതാണെന്നുള്ളത് പറഞ്ഞു. അന്നേരം അവൻ ചിന്നപ്പയൽ എന്നുള്ള രീതിക്ക് അവസാനിക്കുന്നത്. കറക്റ്റായിട്ട് അർത്ഥത്തിലാണെങ്കിൽ പറഞ്ഞുതരാം. അതുപോലെ പല സന്ദർഭങ്ങളിലും പല കവിതകളും ഇങ്ങനെ പറയുന്നു. ഇവിടെ ഇടനിൽ പർവ്വത്തും ഒപ്പുരവർ കൊള്ളുക കടനറി കാട്ടിയവർ എന്ന് പറഞ്ഞ് കവി ഒരു കാലത്തും അവര് സുബ്രഹ്മണ്യ ഭാരതിയെ പറയുമ്പോൾ ഞാൻ പറയാൻ വന്നത്, അദ്ദേഹം വളരെ പാണ്ഡിത്യവും അതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് വളരെയധികം കവിതകളും പാട്ടുകളും രചിച്ചിട്ടുള്ള ഒരു സുബ്രഹ്മണ്യ ഭാരതിയാണ്. അദ്ദേഹം ഈ ബ്രിട്ടീഷുകാരുടെ ഉപദ്രവം കൊണ്ട് പാണ്ഡിച്ചേരിയിലാണ് അഭയം സ്ഥാപിച്ചത്. മാത്രമല്ല അദ്ദേഹം കൃഷ്ണനെ കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും മറ്റുള്ള എല്ലാത്തിനെ കുറിച്ചും മാത്രമല്ല സ്വന്തമായിട്ട് തന്നെ ഒന്ന് രണ്ട് പത്രങ്ങളൊക്കെ ആ സ്വാതന്ത്ര്യകാല സമയത്തൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം 33-ാമത്തെ വയസ്സിൽ ചെന്നൈയിലെ തിരുവല്ലിക്കേണി എന്നുള്ള അവിടെ ഒരു ക്ഷേത്രമുണ്ട്. അവിടുത്തെ ക്ഷേത്ര ആനയുടെ ചവിട്ടേറ്റാണ് പുള്ളി മരണപ്പെട്ടത് 33-ാം വയസ്സിൽ. അദ്ദേഹം മഹാഭാരതത്തിലുള്ള കുറിച്ചുള്ള ഒരു കവിത എഴുതിയിട്ടുണ്ട്, പാഞ്ചാലി സഭ എന്ന് എഴുതിയിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമയത്ത് കിട്ടുന്നതിന് മുമ്പായിട്ട് തന്നെ സ്വാതന്ത്ര്യം ലഭിച്ചു, നമുക്ക് ആടാം പാടാം എന്നുള്ള ഒരു രീതിക്ക് ഒരു കുമ്മിപ്പാട്ട് എഴുതിയിട്ടുണ്ട്. കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ വളരെ ലളിതമായ വളരെ എന്താ പറഞ്ഞ പോലെ പ്രസ്തുപ്പെട്ട ഒരു ഈരടിയാണ്, ഓടി വിളയാട് പാപ്പ നീ ഓയ്ന്തിരിക്കലാകാതെ പാപ്പ. കുഞ്ഞു കുട്ടികളെ നോക്കിയിട്ട് പറയാണ്, നീ ഓടിക്കളിക്കുകയാണ് വേണ്ടത്, ഒരിടത്ത് അടങ്ങി ഇരിക്കരുത് എന്ന് പറയുന്നത്. ഓടി വിളയാട് പാപ്പ നീ ഓയ്ന്തിരിക്കലാകാതെ പാപ്പ, ചിന്നഞ്ചീറ കുരുവിയെ കണ്ട് കൊച്ചു കൊച്ചു ആ പക്ഷികളെയും പറവകളെയും കണ്ട് നീ അതേപോലെ ആഹ്ലാദിച്ച് പാടിപ്പറന്ന് നടക്കുക എന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല എന്ന് പറയുന്നുണ്ട്, ഓരോ കാലഘട്ടത്തിലും എന്തൊക്കെ ആ കുട്ടി ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. കാല എഴുന്നതും പഠിപ്പ്, രാവിലെ എണീറ്റൽ ഉടൻ തന്നെ പഠിപ്പ്. പിന്നെ കനിവ് നല്ല പാട്ട്, വളരെ ശ്രുതിമനോഹരമായ പാട്ട്, എന്ത് വകപ്പെടുത്തിക്കൊള്ളു പാപ്പ എന്ന് പറയുന്നത്. അത് പാപ്പ പാട്ട് എന്നാണ് പറയുന്നത്. ആ കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടി പാടുന്ന, അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ആ അഡ്വൈസ് ആണ് അതൊക്കെ വരുന്നത്. നല്ല രസമുള്ളതാണ്.
ഇല്ലല്ല. അപ്പൊ ഈ കാര്യം പെട്ടെന്ന് ഓർമ്മ വന്നു. പുള്ളി ദാരിദ്ര്യത്തിൽ പോലും മറ്റുള്ളവർക്ക്, കാരണം വീട്ടിലെ ചെല്ലമ്മയാണ് അദ്ദേഹത്തിന്റെ പത്നി, മക്കളൊക്കെ ഉണ്ട്. അവർക്ക് ഒരു നേരത്തിന് പകരം അടുത്ത നേരത്തിന് പോലും ആഹാരം അല്ലെങ്കിൽ ചോറ് വെക്കാനുള്ള അരി പോലും ഇല്ലാത്ത സമയത്ത് ഇദ്ദേഹം അവിടെ മുറ്റത്ത് വരുന്ന പക്ഷികൾക്കും, അവിടെ കുറെ കിളികളൊക്കെ സ്ഥിരമായിട്ട് വരുന്നുണ്ട്, അവയ്ക്ക് ആഹാരം പാകം ചെയ്യാൻ വെച്ചിരുന്ന അരി എടുത്തുകൊണ്ട് കൊടുക്കാറുണ്ട്. അപ്പൊ അതാണ് ഈ പറയുന്നത്. ആ ദാനശീലമുള്ളവൻ തനിക്കില്ലെങ്കിൽ പോലും ആ പറവകൾക്ക്, കിളികൾക്ക് ഈ പറഞ്ഞ പോലെ ദാനം അല്ലെങ്കിൽ പിന്നെ ധാന്യം സംഭാവന ചെയ്ത ആളാണ്. ആ പെട്ടെന്ന് സുബ്രഹ്മണ്യയുടെ ആ അനുഭവം ഞാൻ പങ്കുവച്ചിട്ടുണ്ട്. ഓക്കെ. ഇടനിൽ പരുവത്തും ഒപ്പുരവർക്ക് ഒൽക്കാർ കടനറി കാച്ചി അവൻ. ഇടിവ് പറ്റുമ്പോഴും അന്യർക്ക് ഉതകുന്ന കടമ കൈവടിയില്ല നല്ലോർ. ഏതാനും നാളുകൾക്ക് മുമ്പ് പാലക്കാട് മണ്ണാർക്കാടുള്ള ഒരു സാധാരണ കുടുംബത്തിൽപ്പെട്ട ഭാര്യയും ഭർത്താവും ഉച്ചഭക്ഷണം അവിടെ വരുന്നവർക്കെല്ലാം നൽകുന്ന ഒരു പദ്ധതി നടത്തുന്നത് വായിക്കാനിട വന്നു. അവര് സമ്പത്തുള്ളവരല്ല, വലിയ ധനാഢ്യരൊന്നുമല്ല. പക്ഷെ എല്ലാ കാലത്തും അവരുടെ വീട്ടിൽ ഉച്ചഭക്ഷണത്തിന് വരുന്നവർക്ക് തീർച്ചയായിട്ടും അവരുടെ അടുത്തു നിന്ന് ഭക്ഷണം കഴിക്കാം. ചിലരെങ്കിലും പറയാറുണ്ട്, ഒരു ലോട്ടറി അടിച്ചിരുന്നെങ്കിൽ കുറച്ച് ചാരിറ്റിയൊക്കെ ചെയ്യാമായിരുന്നു. എന്നാൽ ഇവിടെ പറയുകയാണ്, കടമയെക്കുറിച്ച് ബോധ്യമുള്ളവർ ദാരിദ്ര്യകാലത്തും ദാനം ചെയ്യുന്നതിൽ മടി ഉണ്ടാവുകയില്ല. ഓക്കെ. ഇടനിൽ പരുവത്തും ഒപ്പുരവർക്ക് ഒൽക്കാർ കടനടി കാച്ചിയവർ. Those conscious of duty will not withdraw from doing help even in the days of poverty. Even when resources fall, they vary not of kindness to you. They to whom duty's self appears in vision true. The wise who know what is duty will not scan their benevolence even when they are without wealth. 219. நயனுடையான் நல் கூர்ந்தானாதல் செய்யும் நீர் செய்யாது அமையலாகாவாறு. ஒப்புரவாகிய நற்பண்பு உடையவன் வறுமை உடையவனுடைய ஆதல் செய்யத்தக்க உதவிகளை செய்யாமல் வருதுகின்ற தன்மையாகும். நயனுடையான் நல் கூர்ந்தான் ஆதல் செய்யும் நீர் செய்ய അത് അമൈകലാവാറ്. ആദ്യത്തെ വരിയിലെ ആദ്യത്തെ വാക്ക് അതേപോലെ തന്നെയാണ്. നയനുടയാൻ, ഉദാരമായി ഉപകാരങ്ങൾ ചെയ്യുന്ന ശീലമുള്ളവൻ. നൽ കൂർന്താൻ ആദൽ, സാമ്പത്തിക വറുതിയിൽപ്പെടുക എന്ന അവസ്ഥ ചെയ്യും അവൻ നിരന്തരമായി ചെയ്യുന്ന നീല ഗുണകരമായ അത്തരം ഉപകാരങ്ങളെ ചെയ്യാതെ, നിവർത്തിക്കേണ്ടി വന്നാൽ മാത്രം ചെയ്യാൻ കഴിയാതെ അമേഖലവാറ് വിഷമസ്ഥിതിയിൽ പെട്ടുവല്ലോ എന്ന ദുഃഖാവസ്ഥ വാകുന്നു. സാധാരണഗതി ധർമ്മം ചെയ്യുന്നതിന് അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകില്ല. ഉണ്ടാകുകയാണെങ്കിൽ അത് ഒന്ന് ഭവിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ധാരാളം ഉണ്ടായിരുന്നപ്പോൾ ധാരാളമായി തന്നെ വാരിക്കോരി കൊടുത്ത് ഉപകാരങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിരുന്നു. ഇപ്പോൾ ദാരിദ്ര്യം വന്ന് ഭവിച്ചുപോയി, സുഖങ്ങൾ അനുഭവിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന ദുഃഖമല്ല, അത് ഒരു ഔദാര്യശാലിയിൽ ഉണ്ടാകുക. പണ്ടത്തെ പോലെ സമൃദ്ധമായി ഉപകാരങ്ങൾ ചെയ്യാൻ ഇപ്പോൾ കഴിയുന്നില്ലല്ലോ എന്ന ദുഃഖം മാത്രം. ദാരിദ്ര്യ ദുഃഖത്തേക്കാൾ കടമ ചെയ്യുവാൻ കഴിയാതെയായല്ലോ എന്ന ദുഃഖമാണ് ഔദാര്യനിധിയായ ആ ധർമ്മസ്ഥന്റെ മനസ്സിനെ അധികം അലട്ടുക. ഇതിന് ഒന്ന് രണ്ട് ഉദാഹരണങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അനുഭവ കഥകൾ തന്നെയുണ്ട്. ഒരു
രാജാവ് ഉണ്ടായിരുന്നു, സീതക്കാതി എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം ഇതുപോലെയാണ് കിട്ടുന്നതെല്ലാം ദാനം ചെയ്യുന്ന പ്രകൃതമായിരുന്നു. അവസാനം അയാൾ മരണശേഷവും ഒരാള് അറിഞ്ഞില്ല അയാൾ മരിച്ചുപോയി എന്നുള്ളത്. അയാളുടെ ശവകുടീരത്തിൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് വിലപിച്ച് കരയുമായിരുന്നു. ഇനി ആരോട് ചെന്ന് ചോദിക്കും എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ആ പിന്നെ ശവകുടീരത്തിൽ നിന്നും അദ്ദേഹത്തിന്റെ കൈ പൊങ്ങി വന്നതായിട്ടും അതിലൊരു മോതിരം ഉണ്ടായിരുന്നു, അത് എടുത്തുകൊള്ളുക എന്നുള്ള രീതിക്ക് അത് കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ് ഒരു കഥ. ചെത്തും കൊടുത്താൻ സീതക്കാതിയുടെ അദ്ദേഹത്തിന്റെ പേര് സീതക്കാതി എന്നാണ്. ചെത്തും കൊടുത്താൻ സീതക്കാതി എന്ന ആളുടെ ഒരു പേരും അദ്ദേഹത്തിന് ഉണ്ടാവും. ഓക്കെ. നയനുടയാൻ നൽകൂർന്താൽ ആതൽ ചെയ്യും നീര ചെയ്യ തമൈകല വാറും. ഗുണവാന്റെ ദാരിദ്ര്യ ദുഃഖമോ മുന്നേപ്പോൽ കഴിയും നീലെന്നുള്ള ദുഃഖം. ഉപകാര നന്മയുള്ളവന് ദാരിദ്ര്യം എന്നത് മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണ്. ഇപ്പൊ യഥാർത്ഥത്തിൽ പെട്ടി നിറയുന്നതിനേക്കാൾ മനസ്സ് നിറഞ്ഞ സമ്പന്നതയാണ് പരമപ്രധാനം. അവന്റെ ദുഃഖം പണമില്ല എന്നുള്ളതല്ല, മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളത് മാത്രമാണ്. ഓക്കെ. നയനുടയാൻ നൽ കൂർന്താൻ ആതൽ ചെയ്യും നീരാ ചെയ്യ തമൈകലാവാർ. To the charitable, poverty is the stage when they cannot help others. The kindly-hearted man is poor in this alone. When power of doing deeds of goodness he find none. The poverty of the benevolent man is nothing but his inability to exercise the same. 220. ஒப்புரவினால் வரும் கேடு எனின் அகது ஒருவன் வித்து கோள் தக்கதுடைத்து. ஒப்புரவால் கேடு வரும் என்றால் அக்கேடு ஒருவன் தன்னை விற்றாவது வாங்கிக் கொள்ளும் தகுதி உடையதாகும். ഒപ്പുരവിനാൽ ഉപകാരങ്ങൾ ചെയ്യുന്നത് കൊണ്ട് വരും കേട് എനിൻ ഒരു സാമ്പത്തികമായിട്ടുള്ള അധപതനം സംഭവിച്ചു പോകുന്ന പക്ഷം അകത് ആ നിശ്ചയത ഒരുവൻ തന്നെ വിറ്റിട്ടായാലും പോൾട്ടി തുടയ്ത്ത് ധർണം ചെയ്ത് പരിഹരിച്ചു കൊള്ളേണ്ടതാകുന്നു. അങ്ങനെ ദാനധർമ്മങ്ങൾ ചെയ്യുന്ന ആ കടമയിൽ നിന്നും ഒട്ടും വ്യതിചലിക്കാത്ത ഒരാളാണെങ്കിൽ അത് അവനൊരു ആപത്ത് വന്നാൽ പോലും, ഇങ്ങനെ ദാനധർമ്മങ്ങൾ ചെയ്യാനുള്ള പറ്റാത്തൊരവസ്ഥ വന്നാൽ പോലും ആ പേര് നിലനിർത്താൻ വേണ്ടി അവനെ തന്നെ എന്ന് പറഞ്ഞാല് മറ്റുള്ളവർക്ക് കടമായിട്ടോ അല്ലെങ്കിൽ അവൻ തന്നെ അവർക്ക് പണികളായിട്ട് മാറിയോ ചെയ്ത് അന്ന് ആ സന്ദർഭത്തിലും ഉപകാരം ചെയ്യും. ഉപകാരങ്ങൾ ചെയ്യുന്നത് കൊണ്ട് നാശമാണ് സംഭവിച്ചു പോകുന്നതെങ്കിലും ഇത് സാരമാകാനില്ല. കടമ മറക്കാത്ത ഔദാര്യശാലി തന്നെ വിറ്റിട്ടായാലും ശരി ആ കർത്തവ്യം നിറവേറ്റുക തന്നെ വേണം. ആ ആത്മത്യാഗം എന്നും വാഴ്ത്തപ്പെടുന്ന അക്ഷയമായ കീർത്തിയെ പ്രദാനം ചെയ്യുകയും ചെയ്യും. അന്നേരവും അവൻ തന്നെ ബലി അർപ്പിക്കുകയാണെങ്കിൽ അതുകൊണ്ടും അവന് കീർത്തിയെ ഉണ്ടാകത്തുള്ളൂ, അവൻ താഴോട്ട് പോകുന്നില്ല എന്ന് കവി വളരെ ഇതായിട്ട് അതിൻ്റെ ദാനം ചെയ്യേണ്ടതിൻ്റെ ആ മേന്മയെക്കുറിച്ച് വിവരിക്കുന്നു. ഒപ്പുരവിനാൽ വരും കേടനിൽ അതൊരുവൻ വിറ്റുക്കോൾ തക്ക തുടയ്ത്തു. പറ്റാം വിനാശ മന്നേരത്തും തന്നെത്താൻ
വിറ്റു ചെയ്യണം ഉപകാരം. നമ്മള് മലയാളത്തിൽ ഒരു ചൊല്ല് കേട്ടിട്ടുണ്ട്, കാണം വിറ്റും ഓണം ഉണ്ണണം എന്നുള്ളത്. പല അഭിപ്രായങ്ങൾ അതിനെക്കുറിച്ച് ഉണ്ടാകാം. എങ്കിലും അതിൻ്റെ ഉദ്ദേശശുദ്ധി വളരെ കൃത്യവും വ്യക്തവും ശുദ്ധവുമാണ്. ഇവിടെ പറയുന്നു, പരോപകാരത്താൽ നഷ്ടം സംഭവിക്കുമെങ്കിൽ അയാൾ സ്വയം തനിക്കുള്ളത് വിറ്റെങ്കിലും പരിഹരിക്കേണ്ടതാണ്. ബൈബിളിൽ ഒരു വാക്യം പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് നമ്മൾ ഈ വ്യയം അല്ലെങ്കിൽ ത്യാഗം സഹിക്കേണ്ടത്? കാരണം ഇതൊന്നും നമ്മുടേതല്ല. യേശുക്രിസ്തുവിൽ നിങ്ങൾക്ക് കൈവന്ന ദൈവകൃപയ്ക്ക് ഞാൻ നിങ്ങളെ പ്രതി ദൈവത്തിന് സദാ നന്ദി പറയുന്നു. എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് എല്ലാ വിധത്തിലും, പ്രത്യേകിച്ച് വചനത്തിലും വിജ്ഞാനത്തിലും നിങ്ങളെ സമ്പന്നരാക്കി. ഇത് സെന്റ് പോൾ പറയുന്നതാണ്. സെന്റ് പോള് താൻ സന്ദർശിച്ച തന്റെ സഭയിൽ കണ്ട അവരുടെ ആ ശ്രേയസ്, അവരുടെ വിജ്ഞാനം, അവരുടെ അറിവ്, കഴിവ് ഇതെല്ലാം ദൈവം തന്നതാണ്. അത് നിങ്ങൾ മറ്റുള്ളവർക്ക് കൈമാറ്റം ചെയ്യുന്നതിൽ നിങ്ങളോടൊപ്പം ഞാനും ദൈവത്തിന് നന്ദി പറയുന്നു. ഈ നന്ദിയുടെ മനോഭാവം യഥാർത്ഥത്തിൽ വാങ്ങുന്നവനല്ല, യഥാർത്ഥത്തിൽ കൊടുക്കുന്നവനാണ് എന്ന് തിരുക്കുറലും വളരെ സുന്ദരമായി നമ്മെ പഠിപ്പിക്കുന്നു. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ഉള്ളിലേക്ക് ഒരു പുതിയ തരംഗം കൂടി സൃഷ്ടിക്കുവാൻ, ഉള്ളിലുണ്ടായിരുന്ന ആ ചിന്തയെ ഒന്നുകൂടെ ഒന്ന് ത്രസിപ്പിക്കാൻ, നമ്മള് ചെയ്യുന്ന നന്മകളിലൊന്നും പെശകില്ല, അയ്യോ എനിക്ക് അതിനൊന്നുമൊക്കെ ഉണ്ടോ എന്നൊന്നും പരിചിന്തിക്കേണ്ടതില്ല. ചെയ്യുന്നതെല്ലാം നല്ലത് തന്നെയാണ്. എനിക്കിതിലൂടെ നേട്ടമുണ്ടാകുമോ എന്നും പരിഗണിക്കേണ്ടതില്ല. ഒരിക്കലൊരു സ്വർണ്ണക്കടക്കാരൻ്റെ അടുത്ത് പരസ്യം പിടിക്കാൻ ചെന്നപ്പോൾ, നിങ്ങൾക്ക് ഞാൻ ഈ പരസ്യം തന്നാൽ എനിക്കിതുകൊണ്ട് എന്ത് ഗുണം? നിങ്ങളുടെ ആ ഏരിയയിൽ നിന്നാരും ഇവിടെ സ്വർണം വാങ്ങാൻ വരുന്നില്ല. ഇതല്ല നമ്മളുടെ ചാരിറ്റിയുടെ, നമ്മളുടെ ദാനധർമ്മത്തിന്റെ ഒക്കെ ലക്ഷ്യം. വേണമെങ്കിൽ ദൈവവിശ്വാസിക്ക് ഇത് ദൈവത്തെ പ്രതി എന്ന് വേണമെങ്കിൽ കരുതാം. പ്രകൃതിയെയാണ് ആ തരത്തിൽ കൂട്ടുപിടിക്കുന്നതെങ്കിൽ പ്രകൃതിയിൽ നിന്നും എനിക്ക് കിട്ടിയതാണ്. ഏതെങ്കിലും വേദഗ്രന്ഥങ്ങളിൽ നിന്നാണെങ്കിൽ ഇന്നലെ നിനക്കുണ്ടായിരുന്നതൊന്നും ഇന്നലെ നിനക്കില്ലാതിരുന്നത് ഇന്നുണ്ട്. അത് ഇന്നലെ മറ്റാരുടേതോ ആയിരുന്നു, ഒരുപക്ഷെ ഇത് നാളെ മറ്റാരുടേതോ ഇരിക്കുന്നതാണ്. ഓക്കെ, തന്നിട്ടുള്ളതിൽ നന്ദിയുള്ളവരായിരിക്കാം. കൊടുക്കും തോറും ഏറിടുന്നു, അമർത്തി കുലുക്കി കൊട് തരും. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും നന്ദി. ഒപ്പുരവിനാൽ വരും കേടേ നിൻ, അതൊരുവൻ വിറ്റുക്കൊൾ തക്ക തുടയ്ക്കും. If one incur loss by helping another, that loss should be compensated even by selling oneself. Though by beneficence the loss of all should come. Where meat man sold himself and brought it with the sum. If it is to be said that the loss will result from benevolence, such loss is worth being procured even by the sale of one's self. So, എല്ലാവർക്കും നന്ദി. വളരെ മനോഹരമായ ഒരു വിഷയം. ഉപകാരം നൽകുന്നതിൻ്റെ പൊരുൾ തിരുക്കുറലിലൂടെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി. താങ്ക് യു മോഹൻദാസ് സാർ, താങ്ക് യു ജോഷി സാർ. ഓക്കെ, ഇനി നമുക്ക് അതിലെ ചർച്ചകളിലേക്ക് പോകാം. സാധാരണ ഉപകാരങ്ങൾ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ പലപ്പോഴും കൊടുക്കുന്നത്. അത് മാനുഷികമാണ്. അങ്ങനെ അല്ലാത്തവരാണ് എന്നാൽ യഥാർത്ഥത്തിൽ മനുഷ്യരാകേണ്ടവർ എന്നാണ് മോഹൻദാസ് സാറിലൂടെയും അതുപോലെ ജോഷ് സാറിലൂടെയും ഒക്കെ കേട്ടത്. സോ തീർച്ചയായിട്ടും നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു പ്രവൃത്തി അതിനെത്രമാത്രം ജസ്റ്റിഫയബിളായി ആക്കാൻ സാധിച്ചു എന്ന് ഈ ഒരു
10 ഈരടികളിലൂടെ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും അതിൽ പരം ഒരു മഹത്വം നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്നില്ല എന്ന് വളരെ കൃത്യമായി ഈ അധ്യായത്തിലൂടെ നമ്മൾ മനസ്സിലാക്കി. റോയ് സാർ പറയും. സാർ അൺമ്യൂട്ട് ആയില്ലോ. ലാസ്റ്റ് കുറില്ലേ, അതില് ഈ പരോപകാരം കൊണ്ട് നഷ്ടം സംബന്ധിച്ചാലും ഉള്ളത് വിറ്റ് അത് പരിഹരിക്കണം എന്ന് പറയുന്നത് ഒരു മീനിങ് പിടിയിട്ടില്ല. പരോപകാരം ചെയ്ത് നഷ്ടം വന്നാൽ ഉള്ളത് വിറ്റ് അത് പരിഹരിക്കണം. അപ്പൊ ദരിദ്രനായില്ലേ? ഇതിന്റെ ആശയം അതാണോ? ഇത് പിടിയിട്ടില്ല. സാറേ, തന്നെ വിറ്റും സഹായിക്കുന്നത് പറയുന്നത്. ഉള്ളത് വിറ്റുന്നല്ല, തന്നെ ആർക്കെങ്കിലും വിറ്റിട്ട് ആ പണം കൊണ്ടും സഹായം ചോദിച്ച് വന്നവന് കൊടുക്കണം എന്നാണ് അവിടെ ഉദ്ദേശിച്ചതെന്നാ തോന്നുന്നത്. ഏതായാലും ഇന്നത്തെ ഇതിനകത്ത് പ്രത്യേകിച്ച് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് തിരിച്ചു പ്രതീക്ഷിക്കാതെ സേവനം ചെയ്യുക എന്ന് പറയുന്ന കാര്യങ്ങളും, കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം അർഹരായവർക്ക് സഹായം കൊടുക്കണമെന്നും, ഈ ലോകത്തും പരലോകത്തും മറ്റുള്ളവരെ സഹായിക്കുന്നത് പോലെ ഒരു പുണ്യകർമ്മമില്ലെന്നും ഒക്കെയാണ് ഇതിനകത്തുനിന്ന് മനസ്സിലാകുന്ന ചില കാര്യങ്ങൾ. അതിൽ നല്ല കമ്പാരിസൺസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഫലങ്ങളോട്, നല്ല ഫലത്തോടു കൂടി കുഗ്രാമത്തിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ കൂടെ ഉപയോഗിച്ചിട്ടുണ്ട് അതെല്ലാം. ഏതായാലും ഇത് പരോപകാരം ചെയ്യുന്നതിൻ്റെ ഗുണങ്ങൾ വളരെ സരസമായി വിവരിച്ചിരിക്കുന്നു. പൊതുസ്ഥലത്തെ കിണർ പോലെ ആണെന്നാണ് പറയുന്നത്. കമ്പാരിസൺ കൊടുത്തത് കൊണ്ട് വളരെ വ്യക്തമായിട്ട് ആൾക്കാർക്ക് അതിന്റെ ഇത് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഭാഗമായിട്ട്. ഓക്കെ സാർ. ഷീല മാം, ഉഷ മാം, ജോർജ് സാർ ഒക്കെ പറയൂ. ഉഷ മാം പറയൂ. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഈ ലോകത്ത് അതിപ്പോ നമ്മളൊരു ലോകത്തിന്റെ പ്രത്യേകത തനിക്ക് വേണ്ടി മാത്രമുള്ളതാണ് ലോകം എന്ന് ചിന്തിക്കുന്നവരുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു സമൂഹ ജീവിയാണെങ്കിൽ കൂടി സ്വാർത്ഥതയുടെ ഏറ്റവും ഒരു ഉന്നതിയിൽ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ ജീവിച്ചു പോകുന്നതെന്ന് നോക്കാം. പരസ്പരം സഹായിച്ചല്ലാതെ ഒരു നിമിഷം പോലും മനുഷ്യന് ജീവിക്കാനാവില്ല എന്നുള്ള സത്യം നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നുണ്ട്. അത് നമുക്ക് എന്ത് കിട്ടും എന്നല്ലാതെ സമൂഹത്തില് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളവർക്ക് നമുക്ക് എന്താണ് പകർന്നു കൊടുക്കാൻ കഴിയുക എന്ന് ചിന്തിക്കുന്നത് അങ്ങനെയുള്ള ആളുകൾ വളരെ കുറവാണെന്ന് തോന്നുന്നു. പിന്നെ വിശക്കുന്നവന്റെ മുന്നിൽ ദൈവം ഭക്ഷണത്തിന്റെ രൂപത്തിൽ വരുമെന്ന് കേട്ടിട്ടുണ്ട്. അന്യന്റെ ആവശ്യം അറിഞ്ഞ് സഹായിക്കുന്നവൻ ദൈവതുല്യനാകുന്നത് അങ്ങനെയല്ലേ? തീർച്ചയായും അതെ എന്ന് നമുക്ക് ഉത്തരം പറയാൻ കഴിയും. എടുക്കുന്തോറും വീണ്ടും വീണ്ടും നിറഞ്ഞു കവിയുന്ന ഊരിലെ കിണർ, നിറഞ്ഞു പഴുത്ത് നിൽക്കുന്ന പാകമായി പഴുത്ത് നിൽക്കുന്ന ഫലവൃക്ഷം, അതുപോലെ വേര് മുതൽ ഇല വരെയും മറ്റുള്ളവർക്കായിട്ട് ഔഷധത്തിനായി കരുതി വയ്ക്കുന്ന ഒരു വൃക്ഷം പോലെ നമുക്ക് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായിട്ട് നമുക്ക് ജീവിക്കാൻ കഴിയട്ടെ. ഒരു 2000 വർഷങ്ങൾക്ക് മുൻപ് എഴുതപ്പെട്ട ഒരു നീതിശാസ്ത്ര ഗ്രന്ഥം നമ്മുടെ സമൂഹ ജീവിതത്തിലെ എത്ര ആഴത്തിലാണ് സ്പർശിക്കുന്നതെന്ന് ഈ ഒരു സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. തീർച്ചയായിട്ടും ഇതൊരു വളരെ വലിയൊരു അനുഭവമാണ്. ഒരു ആത്മസംസ്കരണത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ആശയത്തിന്റെ വാല്യൂസിന്റെ ഒക്കെ ഒരു വിശുദ്ധീകരണത്തിന്റെ ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. വളരെ ഒരു എല്ലാ വരികളിലും ഏകദേശം ഒരേ ആശയമാണ് പറയുന്നതെങ്കിലും അത് എത്രത്തോളം ഇത് കൂടുതൽ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു നന്മയെ ഉദ്ദീപിപ്പിച്ച്
അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു നന്മ ചെയ്യാനും ഉപകാരം ചെയ്യാനുള്ള ടെൻഡൻസിയെ വീണ്ടും വീണ്ടും ഉദ്ദീപിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കണം വീണ്ടും വീണ്ടും ആവർത്തിച്ച് കുറച്ചുകൂടി ആഴത്തിൽ നമ്മുടെ മനസ്സിലേക്ക് പതിപ്പിക്കാൻ വേണ്ടിയിട്ട് അത് സഹായകമാകുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇന്ന് ശരിക്കും മറ്റുള്ള ഒരു ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും ഒന്നും പറയുന്നത് പോലെ ഇവിടെ ഒരു ജീവിതത്തിന്റെ ആഖ്യാനങ്ങളോ അല്ലെങ്കിൽ അനുഭവങ്ങളുടെ ആഖ്യാനങ്ങളോ ഒന്നും നമ്മൾ കാണുന്നില്ല. എങ്കിൽ കൂടി ഒരു കേവലം 2 വരി പോലും തികയാത്ത ഒരു കുറും കവിതാരൂപത്തില് വെറും 1.25 വരി മാത്രം ഉള്ള ഒരു 1330 ഈരടികൾ ഒരു മനുഷ്യജന്മം മുഴുവൻ നന്മയിലൂടെ അല്ലെങ്കിൽ ആദർശത്തില് വാല്യൂസില് എല്ലാം അധിഷ്ഠിതമായിട്ട് ജീവിക്കാനായിട്ട് കരുതി വെച്ചിരിക്കുന്നു. തിരുക്കുറളിനെ കുറിച്ച് ഇങ്ങനെയും കൂടി പറയുന്നത് കേട്ടിട്ടുണ്ട്. അണുവിനെ തുളച്ച് അതിനുള്ളിൽ 7 സമുദ്രങ്ങളെയും ഉൾക്കൊള്ളിച്ച് കുറുകെ തെറിത്ത കുറൽ എന്ന് പ്രസിദ്ധി ആർജിച്ചിട്ടുണ്ട് തിരുക്കുറൾ. അറിയുന്തോറും വീണ്ടും വീണ്ടും അറിയാൻ ആഗ്രഹിക്കുന്ന, അറിവിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാൻ നമ്മളെ കൊതിപ്പിക്കുന്ന ഈ ഒരു സമയം ഏറ്റവും വിലപ്പെട്ടതാണ്. എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. നയനൻ സാറിനും അതുപോലെ ജോഷി സാറിനും സാബു സാറിന്റെ ആഖ്യാനങ്ങൾക്കും എല്ലാം നമ്മളെ വളരെയധികം ഇരുത്തി ചിന്തിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇതിനകത്ത് പിടിച്ചു നിർത്തുന്നുണ്ട്. ഒരാൾ പോലും ഒരു അണുവ് ഒരു ശ്വാസം പോലും വിടാതെ. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. മറ്റുള്ള എല്ലാ ദിവസത്തെയും പോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ചാഞ്ചാട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും വരാറുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് മാറുന്നു. പക്ഷെ ഈ ഒരു ടൈം വളരെ വിലപ്പെട്ടതാണ് സാറേ. 7 മുതൽ 8:30 വരെയുള്ള സമയം എല്ലാ വെള്ളിയാഴ്ചയും കാത്തിരിക്കാൻ പാകത്തിനുള്ള ഒരു സമയമായിട്ട് ജീവിതത്തിൽ മാറിക്കഴിഞ്ഞു. ഒരുപാട് നന്ദി. ഈശ്വരനും നന്ദി. താങ്ക് യു ഓൾ ഓഫ് യു. താങ്ക് യു സോ മച്ച് സർ. സാറിന് ഒരുപാട് നന്ദി. ജോഷ് സാറിന് നന്ദി. താങ്ക് യു സർ. താങ്ക് യു മാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ജോർജ് സാർ. താങ്ക് യു സാബു സാർ. താങ്ക് യു നയന സാർ, മോഹൻദാസ് സാർ. താങ്ക് യു ജോഷി സാർ. ഇന്ന് 22ാമത്തെ ക്ലാസ് തിരുക്കുറളിനെ കുറിച്ച്. കണക്ക് പറഞ്ഞ പലപ്പോഴും തോന്നുന്നു എല്ലാം തിരിച്ചും മറിച്ചും തിരിച്ചും ഒക്കെ പറയുന്ന ഒന്നാണ്. പരോപകാരമേ പുണ്യം, പാപമേ പരപീഡനം എന്നുള്ളതാണ് അതിനകത്ത് സാരാംശമായിട്ട് എനിക്ക് തോന്നുന്നു. സൽജനങ്ങളുടെ സൽപ്രവൃത്തികളെയും കുറിച്ച് തന്നെ പറയാനുള്ളൂ. ഇനിയും ഒന്നും അല്ല ഈ കിട്ടിയിരിക്കുന്ന ആയുസ്സും ഇത്രയും ജീവിത കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോ ഒന്നും ആയിട്ടില്ല എന്നുള്ള ഒരു ബോധ്യപ്പെടുത്തല്. ഒന്നും ചെയ്തില്ല, ഇവിടുന്ന് മുഴുവൻ വാരി വലിച്ചു കൂട്ടി വെച്ചില്ലേ എന്നൊരു ചോദ്യം ചെയ്യല് ഒക്കെ ഇതിനകത്ത് നടക്കുന്നുണ്ട്. പ്രകൃതി എന്തോരം തന്നു, വല്ലതും തിരിച്ചു കൊടുത്തോ? അപ്പൊ അതേ ഒരു തുള്ളി അംശമെങ്കിലും, അതായത് എത്രയോ കണക്കിനുള്ള വെള്ളം താഴേക്ക് വിട്ടിട്ടും ഭൂമി ഒരു തുള്ളി പോലും അങ്ങോട്ട് തിരിച്ചു കൊടുത്തില്ലല്ലോ എന്ന ചോദ്യം പോലെ ഇവിടെ നിന്ന് എന്തുമാത്രം നമ്മൾ നേടി, എന്ത് നമ്മൾ കൊടുത്തു എന്ന് നോക്കിയാൽ ഒന്നുമില്ല എന്നുള്ളതാണ് സത്യം. എന്തായാലും സാറേ, ഈ ബോധ്യപ്പെടുത്തലുകളുടെ ഒരു കൂമ്പാരമാണിത്. അവയർനെസ് റിയലി. താങ്ക് യു സോ മച്ച്. പറയാതെ വയ്യ. അനശ്വരമാണ് ഈ കൃതി. ഇനിയും തലമുറകൾ ഇത് ഉൾക്കൊള്ളും. ഓക്കെ സാർ. ഓരോ നിമിഷവും വലിച്ചു കയറ്റുന്ന ഓക്സിജന്റെ അല്ലെ, വായുവിന്റെ അളവ് നോക്കിയാൽ മതിയല്ലോ. എന്നാ പറയാനാ പിന്നെ അല്ലേ? പറയും സാറേ. മോഹൻദാസ് സാർ നമസ്തേ. അതുപോലെ തന്നെ ജോഷി സാറ്, സാബു സാറ്, ജോർജ് സാർ, റോയ് സാർ, എല്ലാവർക്കും നമസ്തേ. സാറേ, ഇന്നെടുത്തത് 211ാമത്തെ കുറൾ മുതലല്ലേ സാറേ തുടങ്ങിയത്? അതെ. സാറ് പറഞ്ഞു മേഘങ്ങളെ പോലെയാണ് പിന്നെ ഉദാര മനസ്സുള്ളവരെന്ന് പറഞ്ഞു. മേഘങ്ങൾ മഴ പെയ്ത് ഒന്നും തന്നെ പ്രതിഫലം ഇച്ഛിക്കാതെ മഴ പെയ്ത് ഭൂമിക്ക് പച്ചപ്പ് നൽകുന്നു അല്ലേ സാർ? അതിലൂടെ വീണ്ടും ഭൂമി തിരിച്ച് എല്ലാ ജീവജാലങ്ങൾക്കും പ്രതിഫലം കൊടുക്കുക, അല്ലെങ്കിൽ അതിന്റെ സഹായം ചെയ്തു കൊടുക്കുന്നത് ഈ മഴത്തുള്ളികൾക്ക് കിട്ടുന്ന ഒരു നിർവൃതിയാണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ
പിന്നെ മേഘങ്ങൾ പെയ്യുമ്പോൾ അത് പിന്നെ ഒന്നും നോക്കാതെ ചെയ്യുന്നത് പോലെ തന്നെയാണ് സൂര്യനും വായുവും, അതായത് കാറ്റും എല്ലാം പ്രതിഫലേച്ഛ കൂടാതെയാണ് മറ്റുള്ളവർക്ക് സഹായം ചെയ്യുന്നതെന്ന് നമുക്കിതിൽ ഒരു ഉദാഹരണമായിട്ട് പറയാം. നമ്മളെ ജോർജ് സാറ് പറഞ്ഞതുപോലെ പിന്നെ പരോപകാരമേ പുണ്യം, പാപമേ പരപീഡനം. അതായത് എപ്പോഴും പരോപകാരം ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക. നമ്മൾ ശ്രമിക്കുക മാത്രമേ ഇപ്പോഴും നമുക്ക് കേൾക്കുമ്പോൾ ഒരു സുഖം തോന്നുന്നുണ്ട്, പക്ഷെ അതിലേക്ക് നമ്മൾ ഇപ്പോഴും എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം. അതിൽ ഭയങ്കരമായ സങ്കടവും തോന്നുന്നുണ്ട്. കഴിവിന്റെ പരമാവധി ചെയ്യുന്നുണ്ട്. നമ്മുടെ മതം അനുസരിച്ച് ഒരു വർഷത്തിൽ 1% നമ്മൾ ഉണ്ടാക്കിയതിൽ നിന്ന് ദാനം ചെയ്യണമെന്നാണ്. അത് 1% പിന്നെ കാരണം നോമ്പ് മാസം ആകുമ്പോൾ മിക്കവാറും ഒരു 15% കൂടുതൽ തന്നെ കൊടുക്കേണ്ടി വരും. കാരണം വരുന്നവരോട് എന്റെ 1% കഴിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല സാറേ. അപ്പോ കൂടുതൽ ആയിട്ട് ചെയ്യേണ്ടി വരും. അതിൽ സന്തോഷമേ ഉള്ളൂ. സാറിന്റെ ഇതിൽ നിന്ന് ഇത്രയെങ്കിലും ചെയ്യാൻ പറ്റിയല്ലോ എന്ന് ഓർത്ത് സന്തോഷിക്കുകയാണ്. അതുപോലെ 212 ആ ഖുറാനിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, ഒരാളുടെ അയാൾ വളരെ ബുദ്ധിമുട്ടിയിട്ട് വളരെ പ്രയത്നിച്ചിട്ടാണ് പണം ഉണ്ടാക്കുന്നത്. പക്ഷെ എങ്കിൽ പോലും അയാൾ ആ പണം ദാനം ചെയ്യുമ്പോൾ അയാൾക്ക് കിട്ടുന്ന നിർവൃതി ആ ധനം നേടുന്നതിനേക്കാൾ എത്രയോ 10 മടങ്ങ് സന്തോഷമാണ് അയാൾക്ക് നൽകുന്നത്, മനസ്സിന് സമാധാനമാണ് നൽകുന്നതെന്നാണ് ഈ വരികളിൽ കാണാൻ പറ്റിയത്. പിന്നെ ഉള്ളത് 213 സാറ് പറഞ്ഞത്, പരോപകാരം പോലൊരു നന്മ പരലോകത്തും ഈ ലോകത്തും ഇല്ല എന്നാണ് പറഞ്ഞത് 213 ഇല്ലേ സാറേ? അതിലും വരുന്നത് പരോപകാരമേ പുണ്യം എന്നുള്ളത് തന്നെയാണ് വരുന്നത്. പിന്നെ 214 സാറ് പറയുന്നത്, ലോകത്തോട് ഇണങ്ങി തന്നാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യുന്നവൻ അവനാണ് ജീവനോടെ ജീവിക്കുന്നവൻ. മറ്റുള്ളവര് മൃതശരീരത്തിന് സമമാണ്. കാരണം നമുക്ക് മറ്റുള്ളവരുടെ ദുഃഖം കാണാൻ കഴിയാത്തവർ ശരിക്കും പറഞ്ഞാൽ സമൂഹത്തിൽ മരിച്ചു ജീവിക്കുന്നവർ തന്നെയാണ്, അല്ലേ സാർ? തീർച്ചയായിട്ടും. അടുത്ത 215 സാറ് പറയുന്നത്, പിന്നെ ആളുകൾക്ക് താമസിക്കുന്ന ഒരു ഗ്രാമത്തിൽ, ഈ ബ്രാഹ്മിൻസിന്റെ തമിഴ്നാടിന്റെ ഒരു ചുവയുള്ളവരാണ് ഈ ബ്രാഹ്മിൻസ്. അവരുടെ ഈ ഗ്രാമങ്ങളിലൊക്കെ ഈ പൊതുവായിട്ടൊരു കിണറാണ് ഉണ്ടാകുന്നത്. അവർക്ക് ഓരോ വീടിന് കിണറുള്ളതായിട്ട് എന്റെ വീട് ആറ്റിങ്ങലാണ്. അപ്പൊ അവിടെ ഗ്രാമങ്ങളുണ്ട്, 2-3 ഗ്രാമങ്ങളുണ്ട്. അപ്പൊ അവിടെ നമ്മള് കൂട്ടുകാരുടെ വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ അവർ വെള്ളം എടുക്കാനായിട്ട് ഈ പൊതു കിണറിലാ പോകുന്നത്. അപ്പൊ അത് അവിടെ ഒരു ഉപകാരവുമാണ്. എല്ലാവരുടെയും ശ്രദ്ധ കൊടുക്കൽ വഴി എല്ലാവർക്കും വെള്ളം കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തലും കൂടെയാണ് എന്ന് ഇപ്പോ സാറ് പറഞ്ഞപ്പോ തോന്നി. പിന്നെ 216 ഗ്രാമമധ്യത്തിൽ നിൽക്കുന്ന മരം ഫലം തരുന്നുണ്ട്, അതുപോലെ തന്നെ ഫലം നൽകുന്ന ആളുകൾ അതിനെ ഉപദ്രവിക്കുകയും കൂടെ ചെയ്യുന്നുണ്ട് സാറേ. കല്ലെറിയുന്നുണ്ട്. ഫലമുള്ളിടത്തേ കല്ലെറിയത്തുള്ളൂ അല്ലെ? ഫലമുള്ളിടത്തേ. സാറേ, എങ്കിൽ കൂടി ആ മരം അടുത്ത വർഷവും അവർക്ക് ഫലം നൽകാതിരിക്കുന്നില്ല. അതുപോലെയാണ് സജ്ജനങ്ങളെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ 217 പിന്നെ ഒരു വൃക്ഷം എങ്ങനെയാണോ ഒരു ഔഷധ വൃക്ഷം അതിന്റെ അടിമുടി വേര് മുതൽ താവരെ ഉള്ള ഭാഗങ്ങൾ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായിട്ട് കിട്ടാനായിട്ട് ശ്രമിക്കുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തമിഴ്നാട്ടിലുള്ള മിക്കവാറും മരങ്ങൾ, പൊതുമരങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം. അതിൽ വേപ്പ് മരമുണ്ട്, അതുപോലെ തന്നെ കറിവേപ്പ് മരമുണ്ട്, പിന്നെ മുരിങ്ങയുണ്ട്, ഈ അതുപോലെ പുളിമരമുണ്ട്. ഇതൊക്കെ എടുത്താൽ നമുക്കറിയാം വേര് മുതൽ അതിന്റെ ഫലം വരെയുള്ള എല്ലാ ഭാഗവും ഒരുപോലെ ഇത് ഇത്രയും ആ പ്രദേശത്ത് നമ്മൾ ചെന്നാൽ ഇത്രയും മരങ്ങൾ കാണാതെ പോരാൻ നമുക്ക് പറ്റില്ല. അപ്പൊ അത് അതിന്റെ ഒരു ഉദാഹരണമാണ് എനിക്ക് തോന്നിയത്. അതിൽ സാറ് എറിയണോന് കമ്പ് കൊടുക്കണോന്ന് പറഞ്ഞു. അത് നമ്മുടെ മലയാളത്തിൽ എറിയണോന് കൊണി കൊടുക്കണം എന്നാണ് ആ ഒരു വാക്ക്. കൊടി കൊടുക്കത്തില്ലെന്നല്ലേ? ഏറെ അറിയുന്നവന് കൊടി കൊടുക്കത്തില്ലെന്നല്ല, അങ്ങനെയല്ലേ? തിരിച്ചല്ല, എറിയണോന് കൊണി കൊടുക്കണം. അതായത് അറിയുന്നവന് കൊടുക്കുക, അല്ലാത്തവന് കൊടുത്തിട്ട് പ്രയോജനമില്ല. നമ്മൾ വിചാരിക്കുന്ന കാര്യം നേടുന്നില്ല എന്നുള്ളതാണ് അവിടെ. അതുപോലെ 218 പറയുന്നത്,
പിന്നെ തങ്ങളുടെ കടമ അറിയുന്നവൻ, കണ്ട് മനസ്സിലാക്കിയവൻ, ഒന്നും ഇല്ലാത്ത അവസ്ഥയിലും ഉപകാരം ചെയ്യുന്നവനായിരിക്കും. ഒന്നും അവന്റെ കയ്യിലില്ലെങ്കിൽ പോലും അവൻ മറ്റൊരാളെ സഹായിക്കാൻ നിർബന്ധിതനാകും. കാരണം അവന്റെ സ്വഭാവം അതാണ്. അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ശിബി മഹാരാജാവ് തന്റെ പിന്നെ കൊടുത്ത് ദാനധർമ്മം ചെയ്ത് അവസാനം ഒന്നും ഇല്ലാതാകുമ്പോൾ സ്വന്തം ശരീരത്തിൽ നിന്ന് മാംസം മുറിച്ചെടുത്ത് കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. അദ്ദേഹത്തെ പരീക്ഷിക്കുകയാണ്. അത് കാണാൻ കഴിയും. പിന്നെ 219 എനിക്ക് തോന്നിയത്, പെട്ടി നിറച്ച് ധനമുള്ളതിനേക്കാൾ മനസ്സ് നിറഞ്ഞ് ഉപകാരം ചെയ്യുന്നതാണ് ഒരുവനെ സംബന്ധിച്ചിടത്തോളം പുണ്യം എന്നുള്ളതാണ് സാറ് പറഞ്ഞു വെച്ചത്. പിന്നെ 220 പറഞ്ഞത് ഒരാൾ പിന്നെ അയാളെ തന്നെ വിറ്റിട്ടാണെങ്കിലും ഉപകാരം ചോദിച്ചു വരുന്നവനെ സഹായിക്കുന്നു എന്നുമാണ് പറഞ്ഞത്. അതായത് ഈ ഈരടികളിലെല്ലാം ഉഷ പറഞ്ഞതുപോലെ 1.5 വരികളിലെല്ലാം കൂടി എല്ലാം ഈ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു തുള്ളിയിൽ ഒരു കടൽ നിറച്ചിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നിയത്. വളരെ ഉപകാരം സാറേ. ഇത് ഇങ്ങനെ ഒരു വെള്ളിയാഴ്ചകളിൽ ഇങ്ങനെയുള്ള പരിപാടി കൊണ്ടുവന്നതും ഇത് നമ്മുടെ മനസ്സ് കുറച്ചുകൂടി വിശാലമാക്കാൻ, ഇടുങ്ങിയതിൽ നിന്നൊരു ചെറിയ വിശാലതയിലേക്ക് പോകാൻ സഹായിച്ചിട്ടുണ്ട് സാറേ. സന്തോഷം, നന്ദി. ഓക്കെ, രമാവതി മാം. സാറേ, മോഹൻദാസ് സാർ, സാബു സാർ, അതുപോലെ ജോർജ് സാർ. അതായത് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ നമ്മളെ ഇതില് പ്ലാറ്റ്ഫോമില് എല്ലാവരും സ്വാതന്ത്ര്യ പ്രവർത്തനത്തിലല്ല ഏർപ്പെടുന്നവരാണെന്ന് ഭൂരിഭാഗം പേര് അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത്. നമുക്കുണ്ട് പെൻഷൻകാർക്കൊരു സ്വാതന്ത്ര്യം. അതായത് രോഗങ്ങൾ വന്നിട്ടുള്ള ക്യാൻസർ പോലത്തെവർക്ക് 10,000 രൂപയെല്ലാം അനുവദിച്ചു കൊടുക്കുക. ആ സമയത്ത് തന്നെ അപേക്ഷ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പാസ്സാക്കും. അതുപോലെ ഇപ്പം ചിലവർക്ക് പൈസ പണ്ടെല്ലാം ഇങ്ങനെ പൈസ ഇല്ലെങ്കിലും അയൽവക്കത്തെല്ലാം വന്നിട്ട് ചോദിക്കാൻ മടിയൊന്നുമില്ല. ചെറിയ കാര്യത്തിനെല്ലാം ചോദിക്കും. ഇപ്പൊ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ജാള്യത ഉണ്ടോ എന്നുള്ള ഒരു സംശയമില്ല അതില്ല. കാരണം പൈസ ഉള്ളവരോട് ചോദിക്കാൻ, അങ്ങനെ ചോദിച്ചാൽ കിട്ടാതിരിക്കൊന്നുമില്ല. അങ്ങനെ ചോദിക്കാനുള്ള ഒരു മടി ഇപ്പൊ സാറ് അതിന്റെ ഇടയിൽ പറഞ്ഞ, ഇപ്പം മാം പറഞ്ഞ പോലെ ഔഷധ ചെടി, അത് ആ ഒരു ഉദാഹരണം ഉണ്ടല്ലോ, എനിക്ക് ശരിക്കും മനസ്സിൽ നല്ല ഇഷ്ടപ്പെട്ടു. കാരണം ഔഷധ ചെടി എന്ന് പറയുമ്പോൾ അതിന്റെ ഒന്നും അതിലും മാറ്റിവെക്കാനില്ല ഔഷധ ചെടിയിൽ. അതുപോലെ ആയിരിക്കണം നമ്മളിപ്പം ഉപകാരം ചെയ്യുന്നവര്. ഇപ്പം പൈസ കൊണ്ട് മാത്രല്ല, ഇപ്പം ഈയിടെ റോഡിൽ വീണ ഒരു കക്ഷി നമ്മുടെ നാട്ടില് ആരും എടുക്കുന്നില്ല. അയാൾ ആക്സിഡന്റ് പറ്റിയിട്ട് ആരും എടുക്കുന്നില്ല. അപ്പം പിന്നെ ഈ KGOന്റെ കുടുംബ സംഗമത്തിന് പോകുന്ന ഒരു ഫാമിലി, ഒരു സാർ ബിജു സാറ് പോയിട്ട് അയാളെ ഹോസ്പിറ്റലിലെത്തി. കുടുംബ സംഗമത്തിന് പോകാൻ പറ്റിയില്ല, പക്ഷെ അതൊരു നല്ലൊരു വാർത്തയായിട്ട് വന്നു നമ്മളെ ഗ്രൂപ്പിൽ. കാരണം ഇല്ലെങ്കിൽ അയാൾ മരിച്ചേനെ, യുവാവ് മരിച്ചേനെ. അപ്പം എങ്ങനെ കണ്ണ് വെച്ച പ്രവർത്തനമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളിപ്പോ പൈസ കൊണ്ട് മാത്രമല്ല, എന്ത് തരത്തിലുള്ള എന്തെങ്കിലും ചോദിച്ചാൽ അത് നമുക്ക് മനസ്സിലായ കാര്യങ്ങളോ നമുക്ക് ചോദിച്ചിട്ട് നാളെ പറഞ്ഞു തരാന്നുള്ള കാര്യത്തിലായാലും നല്ല രീതിയിൽ എന്നെ സഹായിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ സാബു സാറിന്റെ ഇന്നാളുള്ള കഥയിൽ ഒരു കള്ളന്റെ കഥ പറഞ്ഞല്ലേ, മുമ്പ് ഒരു കള്ളൻ കട്ടിട്ട് അയാൾക്ക് പൈസ കൂടുതൽ കിട്ടുമ്പോ അത് തിരിച്ച് മണി ഓർഡർ അയച്ച സംഭവം വായിച്ചിരുന്നു. കാരണം അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പിന്നെ സാറ് പാടിയ പാട്ട് ഞാനിങ്ങനെ ശ്രദ്ധിച്ചു. ആ പാട്ടുണ്ടല്ലോ സാറേ, മുമ്പേ ഞാനിങ്ങനെ കേൾക്കാറുണ്ട്. അപ്പൊ എന്താ സംഭവം എന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. പിന്നെയാണ് ഭാരതിയാർ എന്നൊരു കവിന്റെ പാട്ടാണ്. അത് തമിഴില് പിന്നെ കുട്ടികൾ തമ്മിലുള്ള ആ സംഭാഷണത്തില് ഒരു പാട്ട് പാടുമ്പോ, നീ എന്നാ പാട്ടാ പാടിയത്? നാന് இந்த ഭാരതീയർ കവിയുടെ പാട്ടാ പാടിയത്, എന്നാ കൺമണി എന്നെല്ലാം പറഞ്ഞിട്ടുള്ള സംഭാഷണത്തിന് ഓടി വിളിയാട് പാപ്പ എന്നുള്ള പാട്ട്. അതുപോലെ മാം പറഞ്ഞ പോലെ ഈ കിണറിന്റെ കാര്യം പറഞ്ഞില്ലേ തമിഴ്നാട്ടിൽ. നമ്മളിപ്പം 3-4 ദിവസം മുമ്പ് തമിഴ്നാട്ടിൽ പോയിട്ടാകുമ്പോ ഇവരെ വളപ്പൊരു 4 ഏക്കറോളം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ കിണറുണ്ടല്ലോ സാറന്മാരെ, കിണർ എന്ന് പറയുമ്പം ഒരു വലിയൊരു കിണർ എന്ന് പറയുമ്പോൾ നമ്മളെ സങ്കല്പത്തിൽ സാധാരണ കുറച്ച് കിണർ എത്തി നോക്കിയാൽ വെള്ളം. ഇത് പടികളാണ്, കിണറിന്റെ ഉള്ളിലേക്ക് ഇറങ്ങേണ്ട വലിയ പടികളാണ്. ആ പടികൾ ഇങ്ങനെ പോയിട്ട് താഴോട്ട് ഇറങ്ങിയിട്ടാണ് കിണർ. അപ്പൊ ഞാൻ ചോദിച്ചു, എല്ലാ വീട്ടിലില്ല? ഇല്ല, നമ്മളെ വീട്ടിലില്ല. എനിക്ക് തോന്നുന്നു ഒരു തമിഴ് ബ്രാഹ്മണർ അങ്ങനെയാന്ന് തോന്നുന്നു. അപ്പൊ അതുപോലെ തന്നെ ഈ പറഞ്ഞ മരങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. താങ്ക് യു സാർ, നല്ല ക്ലാസ് ആയിരുന്നു. നല്ല എന്താ പറയണ്ടേ, ഇതൊക്കെ നമ്മളെ മനസ്സിലുണ്ട്. ഒന്നുകൂടി നമ്മളെ പൊടി തട്ടിയിട്ട് നമ്മളെ ചിന്തിപ്പിക്കുന്ന രീതിയിലാണ് ഈ ക്ലാസ്സുകളൊക്കെ. താങ്ക് യു സാർ.
ഓക്കെ. ഓക്കെ, അപ്പോൾ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു അല്ലേ? മോഹൻദാസ് സർ, അടുത്ത ആഴ്ച എന്താണ്? സാറേ കേൾക്കുന്നില്ല, അൺമ്യൂട്ട് ചെയ്യും. ഇന്ന് മാഗ്നി ഫ്രീ വെബിനാറിന്റെ 1324 ക്ലാസ് ആണ്. റോയ് സാറുടെ ഒരു ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറയാന്ന് പറഞ്ഞു. അതായത് പിന്നെ ബൈബിളിൽ പറയുന്ന 10 കൽപ്പനകളും അല്ലെങ്കിൽ പറയുന്ന 15 കൽപ്പനയൊക്കെ പറയുന്ന പോലെ തിരുവള്ളുവർ അങ്ങനെ ക്രോഡീകരിച്ച് പറയുന്നുണ്ട്. ഇന്നതൊക്കെ ചെയ്യാവൂ, ഇന്നതൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. ഞാൻ വേറെ ഒന്ന് രണ്ട് ഇതിന്റെ അതോറിറ്റിയായിട്ടുള്ള ആൾക്കാരുണ്ട്, തിരുക്കുറളിന്റെ ഒരു ഫെഡറേഷൻ തന്നെ ഉണ്ട്. അപ്പൊ അവിടെ ഞാൻ ചോദിച്ചിട്ടുണ്ട്, എല്ലാം കൂടി ക്രോഡീകരിച്ച് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് അതിനോട് കിട്ടിയില്ല. അപ്പൊ കിട്ടുമ്പോൾ അതോടെ പറയാം. പിന്നെ ഇന്ന് സാർ അവസാനത്തെ കുറളിന്റെ കാര്യം പറഞ്ഞു 220. അതിൽ ആ ഉഷ മാഡം പറയുണ്ടായിരുന്നു സിബി ചക്രവർത്തിയുടെ പിന്നെ ഷീല ബീഗം പറഞ്ഞ പോലെ. ഞാനിവിടെ നോട്ട് വെച്ചു, രണ്ടെണ്ണമാണ്. ഒന്ന് മഹാബലിയുടേത്. ഈ പറഞ്ഞാല് എല്ലാം ഉണ്ടായിരുന്ന ഒരു രാജാവാണ്, എല്ലാ സമ്പത്തും ഉണ്ടായിരുന്ന രാജാവാണ്. ഭൂമിയും വാനവും അളന്നു കഴിഞ്ഞപ്പോൾ വേറെ ഒന്നും കൊടുക്കാനില്ല. അപ്പം അദ്ദേഹത്തിന്റെ അവിടെ വിറ്റിട്ടുന്നു എന്ന് പറയുന്നില്ല, തന്നെ തന്നെ കൊടുക്കുകയാണ് മഹാബലി. അപ്പൊ അതും ഒരു ആ ശീലമുള്ള ഒരു കടമ ചെയ്യുന്നവൻ, അല്ലെങ്കിൽ പിന്നെ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യണം, ചോദിച്ചാൽ ഇല്ല എന്ന് പറയുന്നുള്ള അവസ്ഥയിലും അദ്ദേഹം തന്നെ തന്നെയാണ് തന്റെ ജീവനും തന്നെയാണ് കൊടുക്കുന്നു. അതൊന്ന്. പിന്നെ സിബി ചക്രവർത്തിയുടെ ആ കഥ, ഇത് രണ്ടുമാണ് അതിലേക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. അടുത്ത് ഇത് 23-ാമത്തെ അധ്യായമാണ്. ഇത്രയും പിന്നെ അതായത് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യണം എന്നുള്ള കുറിച്ചുള്ള ആവശ്യത്തെ കുറിച്ച് പറഞ്ഞ കവി അടുത്തത് ദാനത്തെ കുറിച്ചാണ് പറയുന്നത്. ദാനം, ഈ കൈ ഇല്ലായ്മ മൂലം കൈനീട്ടി മുന്നിൽ വരുന്നവർക്ക് ദാനം ചെയ്യുക, അതിന്റെ പുണ്യഫലം സ്വർഗത്തിൽ ലഭിക്കുന്നു. ഇല്ലാത്തവരാണല്ലോ കൈയും നീട്ടി നമ്മെ സമീപിക്കുന്നത്, അവരോട് നാം ഇല്ല എന്ന് പറഞ്ഞുകൂടാ. അങ്ങനെയെങ്കിൽ അവർക്കും നമുക്കും തമ്മിൽ എന്ത് വ്യത്യാസം? എന്താണോ ഉള്ളത് അത് നിറഞ്ഞ മനസ്സോടെ അവർക്ക് ദാനം ചെയ്യുക. അതാണ് അടുത്ത ക്ലാസ്സിൽ ദാനത്തെ കുറിച്ചാണ് പറയുന്നത്. ഡൊണേഷൻ, ഇംഗ്ലീഷാണ് ഡൊണേഷൻ. ഓക്കെ. പിന്നെ ഈ വന്നവർക്ക് സന്തോഷം, വളരെ നന്നായിട്ട് പങ്കെടുത്തു. നമ്മൾ മറ്റുള്ളവരോടും കൂടി 1-2 പേരും കൂടി ഇതിലേക്ക് കൊണ്ടുവരാണെന്നെങ്കിൽ എനിക്കൊന്ന് ഇന്നല്ല നാളെ ആയാലും അത് വളരെ സാബു സാറിന്റെ ഈ യത്നം വിപുലീകരിച്ച് തന്നെ വരും. സന്മനസ്സുകളുടെ ഒരു സംഗമമായിട്ട് തന്നെ അത് മാറും. ഈ ഭൂമി നിലനിൽക്കുന്ന തന്നെ ഇങ്ങനത്തെ കുറെ ആൾക്കാരുടെ പ്രവർത്തനം കൊണ്ടാണെന്നുള്ളതും കൂടി ഞാൻ വിലയിരുത്തുന്നു. നമസ്കാരം. ഓക്കെ സാർ, എല്ലാവർക്കും നന്ദി. താങ്ക് യു വെരി മച്ച്. ഇന്നിപ്പം ഉഷമാമും ഷീലാമാമും ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇത് പറഞ്ഞു. എനിക്ക് തോന്നുന്നു നിങ്ങൾക്കും വേണമെങ്കിൽ അങ്ങനെ ഒരു സെഷൻ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് പകരം നിങ്ങൾക്കും അത് പറയാം. നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ജോർജ് സാറ് ഞാനും ചെയ്യുന്നതിന് പകരം നിങ്ങൾക്കും ചെയ്യാം. അപ്പൊ അത് എല്ലാവർക്കും ഇപ്പം ഗുണകരമാകും. ഷെയറിങ് ഞാൻ ചെയ്തോളാം, കുഴപ്പമില്ല. ഓക്കെ, അങ്ങനെയെങ്കിൽ അടുത്ത ആഴ്ച ചെയ്തു. ഞാൻ അടുത്ത ആഴ്ചയിൽ പിന്മാറിയിരിക്കുന്നു. മറ്റാർക്കെങ്കിലും കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ എല്ലാവർക്കും നന്ദി. കാരണം നാളെ വൃശ്ചികം 1 മണ്ഡല കാല ആരംഭമാണ്. 15 നാൾ കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളുടെ നോമ്പ് ആരംഭിക്കുകയാണ്. ഈദ് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇനിയും അതിന്റെ അടുത്ത നോമ്പ് വരുന്നുണ്ട്. അപ്പൊ വാസ്തവത്തിൽ ഈ ക്ലാസ് അത്തരത്തിൽ ഏത് മതവിഭാഗക്കാരനും ഇതിന് ഉപകാരപ്പെടത്തക്ക രീതിയിൽ കാണാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ചത്തേക്ക് പുത്തൻ താരങ്ങൾ കടന്നു വരട്ടെ. താങ്ക് യു. ജോസ് സാറുടെ വേണം. സാർ, അതെ, ഒരു കാര്യം, നമ്മൾ നന്മ തിന്മയെ കുറിച്ച് നമ്മളൊരു ബുക്കിൽ എഴുതി വെച്ചിട്ട് ആയിരിക്കണോ നമ്മളൊരു സമയമാകുമ്പം നന്മ എന്തെന്ന് തിന്മ എന്തെന്ന് തിരിച്ചറിയാനുള്ള ഒരു വിവേകവും അത്ര ഒരു പക്വത നമ്മളിൽ ഉണ്ടാവില്ലേ സാറേ? കഴിഞ്ഞ ആഴ്ച ഒരു അഭിപ്രായം വന്നിരുന്നേ. അതായത് ATM-ൽ നിന്ന് കാശ് കവർന്നെടുക്കുന്ന ആൾക്ക് അത് ശരിയാണെന്ന്. പക്ഷെ എനിക്ക് അതിനോട് വിയോജിപ്പാണ് സാറുള്ളത്. അത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ ചെയ്യുന്നത്. അത് എന്തെങ്കിലും അവർ പിടിക്കപ്പെടും, ഞാൻ ഈ ചെയ്യുന്നത് തെറ്റാണെന്ന് അവരുടെ ഉള്ളിലിരുന്ന് അവർക്കൊരു മനസ്സാക്ഷിയില്ലേ? അതല്ലേ സാറേ ശരി എന്ന് പറയുന്നത്? അവനവന്റെ നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോ അല്ലെങ്കിൽ ഇത് ശരിയാണോ തെറ്റാണോ എന്ന് നമ്മുടെ ഉള്ളിലിരുന്ന് നമ്മുടെ മനസാക്ഷി അതേക്കുറിച്ച് നമുക്കൊരു സൂചന നൽകും. അതിന്റെ ആ ഒരു തിരിച്ചറിവല്ലേ സാറേ അത്?
അത് ശരിക്കും അത് എന്തിനു വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളതാണ് അതിൻ്റെ അകത്തൊരു ഫാക്ടർ. നമ്മുടെ മനസാക്ഷിയുടെ തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ചെയ്ത തെറ്റിനെ നമുക്ക് ന്യായീകരിക്കും, മറ്റുള്ളവർക്ക് ന്യായീകരിക്കാൻ പറ്റുമെങ്കിൽ അവിടെ ഒരു പ്രിവിലേജ് ഉണ്ട്. ശരിയും തെറ്റും എന്നുള്ളത് പെർസ്പെക്ഷന്റെ വ്യത്യാസം ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ അതാണ് അത് കുറച്ച് കാര്യം എക്സാമ്പിൾ പറയാനുണ്ട്. പക്ഷെ ഞാനും ടീച്ചറും തമ്മിൽ സംസാരിച്ചപ്പോ ടീച്ചർ പറയുന്നുണ്ടായിരുന്നു കാര്യം, കള്ളന്മാർക്ക് അല്ലെ തെറ്റ് ചെയ്യുന്നവർക്ക് അധികം ആയുസില്ല എന്ന് പറയുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ അവർക്ക് ഉള്ളിന്റെ ഉള്ളിൽ ഇത് തെറ്റായാണ് ഞാൻ ചെയ്ത ഒരു കുറ്റബോധം അവർക്ക് എപ്പോഴും ഉണ്ടാകുന്ന അവസ്ഥ. അവരില് അത് അവരെ നശിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നു, അവരുടെ ആത്മാവിനെ നശിപ്പിക്കുന്നു, അവരുടെ അങ്ങനെ ആയുസ്. രാഷ്ട്രീയക്കാരൊക്കെ പണ്ടേ പോയനല്ലോ. അല്ല സാർ, കള്ളന്മാര് ആയുസ് തീരുന്നതിന് മുമ്പ് അവർക്ക് ഒരുപാട് പ്രായം വരെ അവരിയ്ക്കില്ല കള്ളന്മാര്. അല്ലേ, നമ്മൾ നോക്കൂ, ഇപ്പൊ ഒരു വ്യക്തി ഒരു കള്ളനാകുന്നതിന്റെ സാഹചര്യം നോക്കൂ. അവരുടെ വീട്ടിലാണ് നമ്മൾ ജനിച്ചതെങ്കിലോ? സാറേ, ഒരു സമൂഹം എന്ന് പറയുമ്പോ കള്ളൻ വേണം സാറേ, കള്ളനും വേണം, പോലീസും വേണം. അപ്പൊ അത് ഇപ്പൊ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ എക്സ്പീരിയൻസസ് ആണ് നമ്മളെങ്ങനെ ആക്കുന്നത്. ആരും ജനിക്കുമ്പോഴേ കള്ളനാകുന്നില്ലല്ലോ. അവന്റെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് അവനൊരു പക്ഷേ പ്രയോജനകരമായോ അല്ലെങ്കിൽ പ്രയോജനകരമല്ലാത്തതായ ചില ശീലങ്ങളിലേക്ക് പോകുമ്പോൾ ആ ശീലങ്ങൾക്ക് അവർക്ക് അവരുടേതായ ജസ്റ്റിഫിക്കേഷൻ ഉണ്ട്. നമ്മൾ കേട്ടിട്ടില്ലേ, ഈ ഗുണ്ടകളുടെ വലിയ സമ്മേളനം നടക്കുന്നു. അതില് ഏറ്റവും വലിയ ആൾ എന്നുള്ള പദവി സ്വീകരിക്കാൻ വേണ്ടി ചില പ്രവർത്തികൾ ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ലേ. എന്ന് പറയുന്ന പോലെ അവരുടെ ആ പെർസ്പെക്റ്റീവാണ്, അവർക്കറിയില്ല മറ്റൊരു തലം. അപ്പൊ അവരുടെ ലൈഫ് കുട്ടിക്കാലം മുതലേ ഈ വെറുപ്പും സഹനവും ഒക്കെ സഹിച്ചു വന്നപ്പോൾ അവർക്ക് ആ രീതിയാണ് അവർക്ക് ഏറ്റവും സുഖകരമായ ഒരു, അല്ലെങ്കിൽ കമ്മിറ്റ്മെന്റ്. കുറ്റബോധം എന്ന് പറയുന്ന ഒരു പാർട്ട് അവിടെ ഇല്ലെന്ന് വിചാരിച്ചോളൂ. പക്ഷെ ഏതെങ്കിലുമൊക്കെ ഒരു സമയത്ത് ഉണ്ടാവും. ആ സമയത്ത് അവര് റിപ്പന്റ് ചെയ്യും. ഇല്ല, എത്ര വലിയ കള്ളന്മാരൊക്കെയാണ് ജയിലിൽ കിടന്നതിന് ശേഷമൊക്കെ വളരെ നല്ല മനുഷ്യരായി മാറിയത്. ഇതെല്ലാം പെർസ്പെക്റ്റീവ് ആണ്. നമ്മുടെ എൻവയോൺമെന്റ് ആണ് ഇതിനെല്ലാം കാരണമാകുന്നത്. നല്ലൊരു കൂട്ടുകാരനോ സഹായിക്കാൻ പറ്റിയ ആൾക്കാരോ ഒക്കെ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല സാറേ, ഈ സമ്പത്ത് കൂടുതൽ ഉണ്ടാക്കി വെക്കുന്നവരാണ് അവരെ കള്ളന്മാരാക്കുന്നത്. അവിടെയാണ് ഇവിടെ നമ്മൾ ഇന്നത്തെ പാഠം അതല്ലേ പറയുന്നത്. കൊടുക്കുന്ന കൊടുക്കത്തില്ലല്ലോ. സാഹചര്യമാണ് സാറ് മനുഷ്യനെ കള്ളനാക്കുന്നത്. സാറേ, ഒരു കാര്യം ജോഷി സാറിനോട് പറയണേ, ഞങ്ങൾക്ക് ഈ തിരുക്കുറളിനോടൊപ്പം ബൈബിളിൽ നിന്നുള്ള നല്ല വചനങ്ങളും കൂടെ കിട്ടുകയാണ്. സാറ് പിന്നെ തീർച്ചയായിട്ടും അത് തുടരണമെന്നുള്ളത് തുടരണം സാറേ. പിന്നെ നല്ല നല്ല അറിവുകളാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നതേ. അപ്പൊ അത് ബൈബിളിനും കൂടെ സാറ് ഉദ്ധരിച്ച് പറയുമ്പോ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. രണ്ട് കാര്യം ഒരുമിച്ച് നടക്കുന്നു. ഇല്ല, പിന്നെ ശീലദൈവം കൂടി ഖുർആനും കൂടെ കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇത് കിട്ടും. സാറേ ഉണ്ടല്ലോ, ഞാൻ അതിനെ കുറിച്ച് ചിന്തിച്ചു. ഖുർആന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഞാൻ പഠിച്ച സമയത്ത് പഠിക്കാവുന്നതിന്റെ മാക്സിമം ഞാൻ പഠിച്ചു സാറേ. പക്ഷെ അന്നത്തെ കാലത്ത് അതിന്റെ മീനിങ്ങും കൂടെ പഠിപ്പിക്കുന്ന രീതി ഇല്ലായിരുന്നു. അതല്ല, നമുക്കൊരു പണിയാം മോഹൻദാസ് സാറേ. സാറ് ജോഷി സാറിന് കൊടുക്കുന്നത് പോലെ തന്നെ ഷീലമാമിനൊന്ന് കൊടുത്താൽ മതി. അതിന്റെ കണ്ടന്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ മാമോ അല്ലെങ്കിൽ ആർക്കാണെങ്കിലും പറയാം. കാരണം നമുക്ക് ഖുറാനിൽ അത് എവിടെയാണ്, ബൈബിളില് ജോഷി സാറിന് അറിയുന്ന പോലെ ഖുറാനിൽ അത് എവിടെയാണ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിയാൻ ഒരു മാർഗമില്ല. അതാണ് ഇതിന്റെ അകത്ത് വരുന്ന പ്രശ്നം. അത് ഞാൻ അറിവുള്ളവരോട് ചോദിച്ച് കിട്ടുന്നത് ഞാൻ പറയാം സാറേ. മോഹൻദാസ് സാർ ആ ഖുറാനിലൊന്ന് ഇപ്പൊ ജോഷി സാറിന് കൊടുക്കുന്ന പോലെ ഷീലമാമിനൊന്ന് കൊടുത്താൽ, ഉഷമാമിന് ഈ നമ്മുടെ മഹാഭാരതത്തിൽ നിന്റെ ഒരു ഏട് അതിൻ്റെ അകത്ത് കിട്ടുവാണെങ്കിൽ അതും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. തീർച്ചയായും ഭഗവത്ഗീതന്നായിരിക്കും സാറേ. നമുക്ക് ഇതിന്റെ കൂടുതൽ സാരാംശം കിട്ടുന്നത് ഭഗവത്ഗീതയിൽ നിന്നായിരിക്കും. അത് ഞാൻ നോക്കാം സാറേ. ഞാൻ ഭഗവത്ഗീത പഠിക്കുന്ന ഒരാളാണ്. പലപ്പോഴും ഇതിനോട് ഉള്ള സിമിലാരിറ്റി ഉള്ള ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. അതിനകത്ത് ഒരുപാട് വ്യാഖ്യാനം, അങ്ങനെ ഒരു കോറിലേറ്റഡ് സ്റ്റഡി ആണെങ്കിൽ അത് ഭയങ്കര മനോഹരമായിരിക്കും, ഭയങ്കര നല്ലതായിരിക്കും സാർ. നമുക്ക് ഇത് കുറച്ച് എക്സ്പാൻഡ് ചെയ്യണം. നമുക്ക് തീർച്ചയായിട്ടും ഇത് വലിയൊരു വേദിയായി മാറ്റുന്ന സാറേ. നല്ലൊരു മിനിമം ലൈനിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ആ ഗ്രൂപ്പിലേക്ക് മോഹൻദാസ് സാറെ കണ്ടന്റ് ഇട്ട് കഴിഞ്ഞാൽ ആ കണ്ടന്റ് ഓരോ കുറിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്താണ് പറയേണ്ടതെന്ന് ആ ഗ്രൂപ്പിൽ തന്നെ ഇട്ടാൽ മതി. ആർക്കും വേണമെങ്കിലും അത് ഷെയർ ചെയ്യാം. പറ്റുന്നത് പറയാം. നമ്പർ ഒന്ന് ഇട്ടേക്കണേ.
ഇവിടെ ഞാനിടാം. നമ്പർ നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാം സാർ. അപ്പോൾ എളുപ്പമുണ്ട്. ഒരു ചെറിയ നമുക്ക് ഗ്രൂപ്പ് എല്ലാവർക്കും ഉണ്ടാക്കിയാൽ കൂടെ ഒരു ആ ഗ്രൂപ്പിലേക്ക് ചെറിയ കമന്റ് ഇട്ടാൽ മതി. അപ്പൊ എല്ലാവർക്കും അത് ഷെയർ ചെയ്യുകയും ചെയ്യാം, മനസ്സിലാക്കുകയും ചെയ്യാം. തീർച്ചയായിട്ടും സാർ അങ്ങനെ ചെയ്യാം കേട്ടോ. ഓക്കെ. ശരി സാറേ, താങ്ക് യു സർ. അതിനകത്ത് ജോർജ് സാറിനെയും റോയ് സാറിനെ കൂടെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം. അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അത് അങ്ങോട്ട് ഷെയർ ചെയ്യാം. ഇപ്പൊ ഒരു ദിവസം റോയ് സാറിന് പറ്റിയില്ലേ വേറെ ഒരാൾക്ക് ഷെയർ ചെയ്ത് ഉപയോഗിക്കാം. അല്ല, റോയ് സാറാണ് നമ്മുടെ നേതാവ്. ഇല്ലേ ഒരേ സാറൊക്കെ ആദ്യം മുതലേ ഉള്ളതാ നമ്മളെ ഈ പ്ലാറ്റ്ഫോമിൽ. സാറ് ഏറ്റവും സീനിയർ റോയ് സാറാണ്. അല്ലേ റോയ് സാർ? അതുകൊണ്ടാണ് എനിക്ക് കൃത്യം കേറുന്നത്. നിങ്ങൾ ഇന്ന് കാണുമ്പോ എനിക്കതല്ല, ഇതിന്റെ ഒന്നാമത്തെ വാർഷികത്തില് ഞാൻ റോയ് സാറിന്റെ അടുത്ത് ചെല്ലുമ്പോൾ റോയ് സാറ് ഈ പ്ലാറ്റ്ഫോമിൽ ക്ലാസ് എടുത്ത സകലരുടെയും ഫോട്ടോയും അതിന്റെ ഡീറ്റെയിൽസും എല്ലാം റോയ് സാറ് ഒരു കമ്പ്യൂട്ടറിൽ കൃത്യമായിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുക. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ പോലും സൂക്ഷിച്ചു വെച്ചിട്ടില്ല. പക്ഷെ സാർ അതെല്ലാം ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നു. അത്ര കൃത്യമായിട്ട് എല്ലാം എഡിറ്റ് ചെയ്ത് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇത്ര ഡെഡിക്കേറ്റഡ് ആയിട്ട് സാർ ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും? എല്ലാ ദിവസവും സാർ, എനിക്ക് തോന്നുന്നില്ല ഒരു ദിവസം പോലും സാർ മിസ്സായിട്ടുണ്ട്. എങ്കിലും ഫ്രീലാൻസ് ആയിട്ടാണ് ചെയ്യുന്നതെന്ന് മാത്രം. നമ്മൾ ആരും വരാൻ വേണ്ടി ഒന്നും വിളിക്കാറൊന്നുമില്ല. അതെ സാറേ, അതാണ് പരോപകാരത്തിന് ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് റോയ് സാറിനെ പറയാം അല്ലെ ഇനി മുതല്. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഗ്രൂപ്പിലേക്ക് മുൻപിലെ ഒന്ന് ഇടണം. പെട്ടെന്ന് അധ്യായങ്ങൾ നേരത്തെ മാത്രമേ ഉള്ളൂ. ഓക്കെ, രമാവതി ഇടാം. താല്പര്യമുള്ളവരിടാം. സാറേ ഞാൻ ഇറങ്ങിക്കോട്ടെ. ഞാൻ 9 മണിക്ക് എനിക്കൊരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാനുണ്ട്. താങ്ക് യു See you. താങ്ക് യു സർ. Bye. ഗുഡ് നൈറ്റ് സർ. ഗുഡ് നൈറ്റ്.